ചെങ്കടൽ തീരത്തു മോശെയും കണ്ണുനീർ കണ്ടവരെന്നോടു കൂടെയുണ്ട്. ചെങ്കടൽ തീരത്തു മോശെയും കണ്ണുനീർ കണ്ടവരെന്നോടു കൂടെയുണ്ട്. 600,000 സംഘത്തെ ചിറകിൽ വഹിച്ചവൻ കൂടെയുണ്ട്. 600,000 സംഘത്തെ ചിറകിൽ വഹിച്ചവൻ കൂടെയുണ്ട്. ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ല. പരമാർത്ഥമായവൻ ചൊല്ലിയിട്ടുണ്ട്. ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ല. പരമാർത്ഥമായവൻ ചൊല്ലിയിട്ടുണ്ട്. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമേറിയ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഈ സഭയുടെ അധ്യക്ഷനായിരിക്കുന്ന കർത്തൃകൃത്യൻ കുടുംബം, ഈ സഭയിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ കുഞ്ഞുങ്ങളേവർക്കും ക്രിസ്തീയ വന്ദനം. ഒരു പ്രാവശ്യം കൂടെ ആരാധനാലയത്തിൽ ദൈവവചനവുമായി എഴുന്നേറ്റ് നിൽക്കാൻ ആയുസ്സും ആരോഗ്യവും തന്ന ദൈവത്തിന്, അതിന് മുഖാന്തരമായ കർത്തൃകൃത്യനും സഭയ്ക്കും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുന്നു. തുടർമാനമായി ഭവനങ്ങളിലായി സഭയിലായി നടക്കുന്ന ഉപവാസ പ്രാർത്ഥന ദൈവം ധന്യകരമാക്കി തീർക്കട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്ക് ആധാരമായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 32-ാമത് വാക്യം. നിന്റെ ഈ സഹോദരനോ മരിച്ചവൻ ആയിരുന്നു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞു. ഈ വാക്യത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് 15-ാം അധ്യായമാണ് ഇന്ന് പകൽ നമ്മൾ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരപ്പൻ തൻ്റെ മകനോട് എന്തിനു വീട്ടിൽ പ്രാർത്ഥന വെച്ചു എന്ന കാരണത്തെ ബോധിപ്പിക്കേണ്ടി വന്നതാണ് നമ്മൾ വായിച്ചത്. നിന്റെ ഈ സഹോദരനോ മരിച്ചവനോ വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടി. ആദ്യം മരണം, പിന്നെ ജീവൻ. ആദ്യം നഷ്ടം, പിന്നെ ലാഭം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തെ സുവിശേഷത്തിനകത്തെ സുവിശേഷം എന്ന് വിശേഷിപ്പിക്കും. അതിനുള്ള ഏക കാരണം, കൂട്ടം തെറ്റിപ്പോയ ഒന്നിനെ കൂട്ടത്തിലോട്ട് അടുപ്പിക്കുന്നതും നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ കണ്ടെത്തുന്നതും. അപ്പന്റെ ഭവനം വിട്ട്, ആരാധനാലയം വിട്ട്, ദേശം വിട്ട്, ആത്മീയ അന്തരീക്ഷം വിട്ട് ദൂരേക്ക് പോയതിനെ തിരിച്ച് അപ്പന്റെ ഭവനത്തിലേക്കും ആത്മീയ അന്തരീക്ഷത്തിലേക്കും ആരാധനാലയത്തിലേക്കും തിരിച്ചു കൊണ്ടുവരുന്ന ശക്തിയാണ് സുവിശേഷം.
ഇത് മൂന്നും വസ്തുതകൾക്കും ഉദാഹരണങ്ങൾക്കും വ്യത്യാസമുണ്ടെങ്കിൽ ഇത് മൂന്നും ഒരുപോലെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു അധ്യായം അത് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം. അതുകൊണ്ടാണ് ഈ അധ്യായത്തെ സുവിശേഷത്തിനകത്തെ സുവിശേഷം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി ഈ അധ്യായത്തിന് ഒരു പശ്ചാത്തലമുണ്ട്. യേശു പ്രസംഗിക്കുന്ന ഒരു യോഗം. ആ യോഗത്തിന്റെ ആരംഭത്തിൽ തന്നെ, പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ തന്നെ പരീശന്മാരും ശാസ്ത്രിമാരും ആ യോഗത്തിന് വന്നു. ആ യോഗത്തെ കുറിച്ച് അറിവ് കിട്ടിയിട്ട് ചുങ്കക്കാരായ ആളുകൾ, ചുങ്കം പിരിവ് നേരത്തെ നിർത്തിയോ അന്ന് ലീവ് എടുത്തോ എന്താണെന്ന് അറിയാൻ മേല ആ യോഗത്തിന് വന്നു. ആ യോഗത്തിന് വന്നിട്ട് അവർ പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും ഒപ്പം ഇരുന്നു. ഇവര് ഞങ്ങളോടൊപ്പം വന്ന് ഇരിക്കുന്നു എന്ന് കണ്ട ശാസ്ത്രിമാര് യോഗ സമയത്തൊന്നും മിണ്ടിയില്ല, എന്നാലും ഒന്ന് നോക്കി. അതിനർത്ഥം ഞങ്ങളുടെ കൂടെ വന്നിരുന്നത് ശരിയായി, ഒന്നും മിണ്ടിയില്ല. യോഗാനന്തരം ഭക്ഷണം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു, ചുങ്കക്കാർക്കും ഭക്ഷണം കൊടുത്തു. ഭക്ഷണം ചുങ്കക്കാർ കഴിച്ചുകൊണ്ടിരുന്ന മേശയുടെ അടുത്ത് തന്നെ യേശു ഇരുന്ന് കഴിക്കാൻ നോക്കി. യേശു ചുങ്കക്കാരുടെ നിരയെ തന്നെ ഇരുന്ന് ആഹാരം കഴിക്കുന്നതായി പരീശന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആദ്യം നിരയിലിരുന്നതും കൂടെ ഓർമ്മയിൽ വന്നിട്ടൊരമശ. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നു. ഈ വിമർശനം കേട്ട ചുങ്കക്കാരൻ ആഹാരം പകുതിക്ക് നിർത്തിയിട്ട് എഴുന്നേക്കാൻ നോക്കി വീഴ്ച എഴുന്നേക്കണ്ട, അവിടെ ഇതിന് മറുപടി ഞാൻ കൊടുക്കാം. അപ്പൊ എന്നെ വിമർശിച്ചതാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? വെറുതെ വിട്ടേ. ഇത് എന്റെ വചനം കേൾക്കാമെന്ന വിശ്വാസിയെ കുത്തിയതാ. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കാൻ ഇരിക്കുന്നു എന്നതിനകത്ത് യേശു വന്നിട്ടുണ്ട്. ആ പറഞ്ഞ വാചകത്തിനകത്ത് ആരുണ്ട്? യേശു ഉണ്ട്. പക്ഷെ യേശുവിനെ ആണ് ഊന്നിയതെങ്കിലും കൊടുത്തത് ആർക്കാ? ചുങ്കക്കാരനാണ്. യേശു പറഞ്ഞു, നിങ്ങൾ എഴുന്നേൽക്കണ്ട, ഇതിന് മറുപടി ഞാൻ കൊടുക്കാം. അതിനുള്ള മറുപടിയാണ് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം. ഈ പരീശന്മാര് ദേവാലയത്തോട് അടുത്ത് നിൽക്കുന്നവരെന്നാണ് വാദിക്കുന്നത്. അതിനുള്ള കാരണം തങ്ങളുടെ പിതാക്കന്മാരുടെ പാരമ്പര്യത്തിനനുസരിച്ചാണ് ദേവാലയങ്ങൾ പണിയുന്നത് എന്നൊരു പഠിപ്പിക്കൽ. ആ പാരമ്പര്യം പിന്തുടർന്നു വരുന്നത് അവർ പഠിപ്പിക്കലാക്കി മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് പരീശന്മാരും ശാസ്ത്രിമാരും ദേവാലയത്തോട് അടുത്ത് നിൽക്കുന്നവരെന്ന് വാദിക്കുന്നു. ഈ ചുങ്കക്കാര് എന്ന് പറയുന്ന വിഭാഗം റോമാക്കാർക്ക് വേണ്ടി നികുതി പിരിക്കുന്നവരാണ്. നികുതി പിരിക്കാൻ ചുങ്കക്കാരെ ഏൽപ്പിച്ചേക്കുന്നു. ഈ ചുങ്കക്കാർ നികുതി പിരിക്കുന്നതിൽ രണ്ട് തട്ടുണ്ട്. ഒന്ന് സെർവന്റുകൾ, രണ്ട് പ്രമാണിമാർ. പ്രമാണിമാർ താഴേക്കിടയിലോട്ട് പിരിക്കാനൊന്നും പോകത്തില്ല. അവർ ഓഫീസിൽ ഇരിക്കുന്നതേ ഉള്ളൂ. കൊണ്ടുവരുന്നത് വാങ്ങിച്ച് കീശ തുറത്ത് അതിനകത്തോട് വയ്ക്കാം. അത് മാത്രമേ ഉള്ളൂ പ്രമാണിമാർക്കുള്ളത് ഡ്യൂട്ടി. ഇനി താഴേക്കിടയിലുള്ള ചുങ്കക്കാരുണ്ട്. അവര് എത്ര ലോക്കൽ ആളുകളോട് ഇടപെടും. വീട്ടിനകത്ത് കയറി ചുങ്കം പിരിക്കാന് അലമാരിക്കകത്ത് ഇരിക്കുന്നത് വാങ്ങിച്ച് രസീത് കുറ്റി എഴുതാനും ഒക്കെ ഇവർക്ക് പറ്റും. ഏറ്റവും ലോ ലെവലിലുള്ള ചുങ്കക്കാരാണ്. അലമാരിയിൽ മറ്റേതെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഒരുക്കി വെച്ചേക്കുന്നത് നിർബന്ധിച്ച് പിടിച്ചു വാങ്ങിച്ച് രസീത് സീൽ ചെയ്യാൻ മിടുക്കരായ ആളുകൾ ഏറ്റവും താണ ലെവലിലുള്ള എന്റെ കൂടെ വരണേ. അപ്പൊ ചുങ്കക്കാര് രണ്ട് തട്ട്. തെളിവ് ചുങ്കക്കാരിൽ പ്രമാണിയായിരുന്നു സക്കായി.
ഈ ചുങ്കക്കാർക്ക് പരീക്ഷന്മാർ വെച്ചിരുന്ന വ്യവസ്ഥ, നിങ്ങൾ വീടുകൾക്കകത്ത് കയറിയും ചന്തസ്ഥലങ്ങളിൽ കയറിയും ചുങ്കം പിരിവിനായി ഒരു ലെവൽ സ്വഭാവം വിട്ട് ആളുകളോട് പെരുമാറുന്നത് കൊണ്ട് അവർ സമൂഹത്തിൽ ഭ്രഷ്ടരാണെന്ന് വെച്ചിട്ട് ഇവരുടെ ദേഹത്ത് മുട്ടി ഉഴുമി പോലും ഒരു മനുഷ്യൻ ഇരിക്കരുതെന്നൊരു പ്രമാണം വെച്ചു. അതുകൊണ്ട് ചന്തസ്ഥലങ്ങളിലും വ്യാപാര കേന്ദ്രങ്ങളിലും ഇവർ പിരിക്കാനായിട്ട് വരുമ്പോ ഒതുങ്ങിയ വസ്ത്രം ധരിച്ചോണ്ട് വേണം വരാൻ. അഥവാ ഒതുങ്ങിയതല്ലെങ്കിൽ ഒതുക്കി പിടിച്ചോണം, മുട്ടരുത്, ആളുകളുടെ ദേഹത്ത് മുട്ടരുത്. ഇങ്ങനെ ഒരു പഠിപ്പിക്കല് പുറത്ത് വെച്ചേക്കുന്നതിന്റെ ഇടയ്ക്ക് യോഗത്തിന് എങ്ങനെ മുടി ഇരുന്ന് കൈയടിക്കുന്നു. ഇതാണ് പരീക്ഷന്മാരുടെ ഇടയിൽ അമർഷത ഉണ്ടാക്കിയത്. ചുങ്കക്കാരൻ പ്രമാണിയാണ് സക്കായി എന്ന് ഞാൻ പറഞ്ഞത്. ചുങ്കക്കാരൻ പ്രമാണിയായിരുന്നു സക്കായി. യേശുവിനെ കാണാൻ ഒത്തിരി ആഗ്രഹിച്ചു. കാട്ടത്തിലേക്ക് കയറി. യേശു അവനെ ആദ്യമേ കണ്ടു. എന്നിട്ട് പറഞ്ഞു, താഴെ ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകും. അപ്പം ഇറങ്ങി വന്ന് യേശുവിനെ ഒന്ന് കണ്ടപ്പോ ആദ്യം പറഞ്ഞത്, ഞാൻ ചതിവായി വല്ലതും വാങ്ങിയിട്ടുണ്ടെങ്കിൽ, ഞാൻ വഞ്ചിച്ചു വല്ലതും നേടിയിട്ടുണ്ടെങ്കിൽ അത് ഇരട്ടിയായിട്ട് മടങ്ങി കൊടുക്കാം. ഞാൻ ചിന്തിച്ചു, കൈ പിടിച്ചു വാങ്ങിച്ചത് കൊടുക്കാൻ വയ്യാത്തവൻ യേശുവിനെ കണ്ടപ്പോൾ അത് ഇരട്ടിയായി കൊടുക്കാമെന്ന്. അപ്പൊ യേശുവിനെ കാണുമ്പോൾ നമുക്ക് ഉണർവാ ഉണ്ടാകുന്നെങ്കിലും, യേശുവിനെ കാണുമ്പോൾ നമുക്ക് പാടമ്പരമേശ്വരൻ പാടാനാണ് തോന്നുന്നതെങ്കിലും, യേശുവിനെ കാണുമ്പോൾ ആദ്യം ഉണ്ടാകേണ്ടത് മാനസാന്തരമാണ്. എന്തെങ്കിലും ഒന്ന് ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും വഞ്ചന പറ്റി കയ്യിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നീക്കി മാറ്റാനാണ് യേശുവിന്റെ സാന്നിധ്യം. യേശുവിനെ കണ്ട ഉടനെ യേശു പറഞ്ഞു, ഞാൻ നീ കണ്ടതൊക്കെ ശരി, എന്നാലും നിന്റെ വീട്ടിലൊന്ന് ഗസ്റ്റായിട്ട് വരാൻ പോവാ. എന്റെ വീട്ടിലോട്ട് യേശു വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ സക്കായി ഞാൻ ചിന്തിച്ചു, യേശുവിനേക്കാൾ മുമ്പേ വീട്ടിൽ ചെല്ലാൻ ഓടുക. കാരണം എന്റെ ഔദ്യോഗിക മേഖലയിൽ എനിക്ക് കിട്ടുന്ന ശമ്പളം ഉണ്ട്. അത് ഞാൻ ജോലി ചെയ്യുന്നതിനെ പ്രതി സർക്കാർ എനിക്ക് തരുന്ന ശമ്പളമാണ്. പക്ഷേ മറ്റ് കാര്യസാധ്യത്തിന് പേപ്പർ മറിച്ച് ഞാൻ വാങ്ങുന്ന പൈസ ഉണ്ട്. എന്റെ താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥർ കണ്ണടയ്ക്കുമ്പോൾ ഞാൻ വാങ്ങിച്ചെടുക്കുന്നത്. എന്റെ കൈക്ക് ശുദ്ധി വരുത്താത്തതൊക്കെ അലമാരിയിൽ ഇരിക്കുന്നു. യേശു വരാൻ പോകുന്നു. അതുകൊണ്ട് എന്റെ മേലുദ്യോഗസ്ഥൻ വന്ന് എൻക്വയറി എന്റെ വീട്ടിൽ നടത്തുന്നതിനേക്കാൾ ശുദ്ധി യേശു വരുമ്പോ എന്റെ വീട്ടിൽ ഉണ്ടാകണം എന്നൊരു തോന്നൽ. പാസ് വരുമ്പോഴ്, നിന്റെ വീട്ടിൽ മേലുദ്യോഗസ്ഥൻ വരുമ്പോഴ്, നിന്റെ ഗ്രഹനാഥം വരുമ്പോൾ നിനക്ക് വിശുദ്ധി വീട്ടിലുണ്ടെങ്കിലും യേശു നിന്റെ വീട്ടിൽ വരാൻ ആഗ്രഹിക്കുന്നത് നിന്റെ വീടിന്റെ വിശുദ്ധി കണ്ടിട്ടാ. ഔദ്യോഗിക മേഖലയുടെ കളങ്കം വീടിനകത്തിരിക്കുന്ന കാലത്തോളം യേശു ആ വീട്ടിൽ കാര്യമൊന്നുമില്ല. പുറത്തു നിന്ന് നിന്നോട് സംസാരിച്ചിട്ട് പോകും. യേശുവിനെ കാണുമ്പോൾ ഉണ്ടാകുന്നത് ഉണർവാണെങ്കിൽ ആദ്യം ഉണ്ടാകേണ്ടത് മാനസാന്തരമാണ്, മടങ്ങിവരമാണ്. അവിടെ നിൽക്കുക. ഇപ്പൊ ചുങ്കക്കാരിൽ പ്രമാണിയുമുണ്ട്, സെർവന്റുമുണ്ട്. ഇനി പരീക്ഷന്മാര് ദേവാലയത്തോട് അടുത്ത് നിൽക്കുന്നവരാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇവർ ദേവാലയത്തോട് അടുത്ത് നിൽക്കുന്നവരായതുകൊണ്ട് ഇവർ ചെയ്യേണ്ടിയിരുന്നത്, ചുങ്കക്കാർ വരുന്നത് കണ്ടപ്പോ നിങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് കയറി ഇരുന്നാൽ, വചനം കേൾക്കാൻ ആഗ്രഹമുണ്ട്, ഇച്ചിരി മുന്നോട്ട് കയറി ഇരുന്ന് കേട്ടാൽ എന്നല്ലേ പറയേണ്ടിയിരുന്നത്. ഇവർ ദേവാലയത്തോട് കിടപിടിച്ചു നിൽക്കുന്നവരാണെങ്കിൽ ചെയ്യേണ്ടതല്ലേ. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണേ എന്നൊരു മനുഷ്യൻ നിലവിളിച്ചു. അപ്പൊ യേശു നിലവിളിക്ക് കേട്ടു എങ്കിലും ഈ നിലവിളി ഉയരുന്ന സമയത്തിനിടയിൽ കുരുടന്റെ മുൻപിൽ നിന്ന് പാസ് ചെയ്തെന്ന് കൂട്ടിക്കോ. അപ്പം എന്നോട് കരുണ തോന്നണമേ എന്ന് പറയുന്ന നേരം കൊണ്ട് പാസ് ചെയ്ത് മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട് യേശു.
ആ സമയത്ത് പുറകെ അനുഭവിച്ചുകൊണ്ട് വന്നവർ പറഞ്ഞു മിണ്ടാതിരിക്കേ, ഏതെങ്കിലും ഒരു ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഉടനെ പ്രാർത്ഥിക്കുമെന്ന് പറയാതെ വെറുതെ നിങ്ങൾക്ക് പോണം മുന്നോട്ട്. യേശുവിനെ അനുഗമിക്കുന്നവരെന്ന നിലയിൽ ചെയ്യേണ്ടിയിരുന്നത് ഒന്നുകിൽ കുരുടനെ യേശുവിന്റെ അടുത്ത് എത്തിക്കാം, അല്ലേ? അതല്ലെങ്കിൽ യേശുവിനെ കുരുടന്റെ അടുത്ത് എത്തിക്കാം. ഇത് രണ്ടും അവർ ചെയ്തില്ല. പകരം ചെയ്തത് പ്രാർത്ഥന ഇല്ലാതാണ്. ഞങ്ങൾക്ക് കൈവച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപാവരമൊന്നുമില്ല. ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചാൽ സൗഖ്യം വരുത്തുമില്ല. പക്ഷെ സൗഖ്യം തരുന്നവർക്ക് മുന്നിൽ പോകുന്നുണ്ടല്ലോ. നിനക്ക് സൗഖ്യം കൊടുക്കാൻ സാധിച്ചില്ലേലും സൗഖ്യമാകുന്ന പരിതസ്ഥിതി കൊടുക്കൂടെ? നാലാളൊരു വശപാതക്കാരനെ ചുമന്നുകൊണ്ട് വന്നു. ആദ്യത്തെ കട്ടളയിൽ എത്തിയപ്പോൾ ആൾ എഴുന്നേറ്റ്, ഒരു കാരണവശാലും എഴുന്നേൽക്കും. പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് പോയിട്ട് വിടും, എഴുന്നേൽക്കത്തില്ല. അടുത്ത കട്ടളയിൽ ഒന്നും എഴുന്നേറ്റില്ല. പല വീടിന്റെ ഭാഗങ്ങളിൽ ചെന്നിട്ട് എഴുന്നേറ്റ് കൊടുക്കുന്നില്ല. വീട്ടുടേയും പറഞ്ഞു, പേടിക്കണ്ട, എന്റെ വീടിന്റെ ഓട് പൊളിച്ച് അവനെ അങ്ങ് ഇറക്ക്. ഞാൻ ആ മനുഷ്യന്റെ ചിന്തയൊന്ന് ആലോചിച്ചു. എന്റെ വീടിന്റെ ഓട് പോയാലും വേണ്ടിയല്ല, അവന് സൗഖ്യം വന്നാൽ മതി. ഒരുവന്റെ സൗഖ്യത്തിൽ നീ കാരണമായില്ലെങ്കിലും, ഒരുവന്റെ സൗഖ്യത്തിൽ നീ തടസ്സം നിൽക്കുന്നെങ്കിൽ നിന്നിൽ പരീക്ഷ വരും. നീ പ്രാർത്ഥിച്ചാൽ സൗഖ്യം വരുത്തില്ലായിരിക്കും, പക്ഷെ നീ തടസ്സമാകുന്നെങ്കിൽ പരീക്ഷ വരും. ആ ഭാഗം വിടുക. ഇനിയും നമ്മുടെ ഈ ഉമ്മയ്ക്ക് അകത്തോട്ട് കയറുക. ഒരാൾക്ക് 100 ആടുണ്ട് എന്നിരിക്കട്ടെ. അതിൽ ഒന്നിനെ കാണാതെ പോയാൽ ബാക്കി 99നെയും മരുഭൂമിയിൽ വിട്ടേച്ച് കാണാതെ പോയ ഒന്നിനെ തേടി പോകും. ഇതൊക്കെ ഈ ഉമ്മയ്ക്കകത്ത് രാത്രിയിൽ ആടുകളെ സൂക്ഷിക്കുന്ന ഇടമാണ് തൊഴുത്ത്. അത് ഇടയനെ ഇഷ്ടമുള്ളതുപോലെ പണിതെടുക്കാം. തങ്ങൾക്ക് എത്ര ആടുകളുണ്ടോ എണ്ണം നോക്കി, വ്യാപ്തി നോക്കി, വിസ്തൃതി നോക്കി, അതിന് വിശ്രമിക്കാൻ പാകത്തിൽ ഇടയൻ അത് പണിതെടുക്കാം. തൊഴുത്ത് അത് ആടിന് രാത്രികാലങ്ങളിൽ വിശ്രമിക്കാറുള്ളത്. രാത്രിയിൽ ആടുകൾക്ക് വിശ്രമം ഒരുക്കുമ്പോ രാത്രിയിലെ ആടുകളുടെ കാവലേൽപ്പിച്ചേക്കുന്നത് വാതിൽ കാവൽക്കാരനെ. രാത്രി മുഴുവൻ ഈ ആടുകളെ പരിപാലിക്കുന്ന ഉത്തരവാദിത്വം വാതിൽ കാവൽക്കാരനാണ്. ഈ വാതിൽ കാവൽക്കാരൻ രാത്രി മുഴുവൻ ഇങ്ങനെ പരിപാലിക്കുമ്പോ തന്നെ കൊണ്ട് കഴിയത്തില്ല എന്നൊരു സാഹചര്യം ബുദ്ധിമുട്ടുണ്ടായാൽ മാത്രം രാത്രിയിൽ പോയി ഇടയനെ വിളിക്കും. അതല്ലെങ്കിൽ രാത്രി താൻ തന്നെ തൊഴുത്തിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട്, അപ്പം ഇടയന് രാത്രിയിൽ ആടുകളെ പ്രതി എഴുന്നേൽക്കേണ്ടി വരുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പ്രഭാതത്തിലെ എന്ത് ചെയ്തുള്ളൂ? ഇടയൻ തൊഴുതി വരുന്നുള്ളൂ. ഇടയൻ തൊഴുത്തിൽ വന്ന് നിൽക്കുമ്പോ ഈ വാതിൽ കാവൽക്കാരൻ വാതിൽ തുറന്നു കൊടുക്കും. എന്നിട്ട് ഈ ഇടയനകത്തേക്ക് കയറി എല്ലാത്തിനെയും കൂട്ടത്തോടെ അഴിച്ചങ്ങ് വിടുവല്ല, ഓരോന്നിനെയും അഴിച്ച് അതിന്റെ പേര് വിളിച്ച് വെളിയിലേക്ക് കൊണ്ടുവരുക. എന്റെ പേര് ആരും ഓർത്തില്ലല്ലോ എന്നൊരു പരാതി നമുക്ക് ഇടയ്ക്കിടയ്ക്കുണ്ട്. ആ സമയത്ത് എന്റെ പേരെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ ചെന്നേനെ? ആ സമയത്ത് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തേനെങ്കിൽ ഞാൻ എവിടെ ചെന്നേനെ? യോസഫിന്റെ ചിന്ത അതാ. ആ കാരാഗ്രഹ പ്രമാണിയുടെ അടുത്ത്, അല്ലെങ്കിൽ ഒരു പറവന്റെ അടുത്ത്, അല്ലെങ്കിൽ ആ അരമനയ്ക്കകത്ത് യോസഫ് എന്ന ഒരു പേരിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സമയം കിട്ടുന്നത് വരെ എന്തുള്ളൂ? ഈ തടവറയ്ക്കകത്ത് കിടക്കേണ്ടി വരുന്നുള്ളൂ. അപ്പൊ എന്റെ പേര് ഓർക്കേണ്ട സമയത്ത് ഓർക്കേണ്ട പലരും ഓർത്തില്ലെന്നുള്ളതാണ് നമ്മുടെ പരാതി. അപ്പം അവർക്കുള്ള മറുപടി, നിന്നെ തൊഴുത്തിൽ നിന്ന് അഴിച്ചുകൊണ്ട് മേച്ചിലേക്ക് കൊണ്ടുപോകുന്ന ഇടയൻ നിന്റെ പേര് വിളിച്ചാണ്. പേര് വിളിക്കുമ്പോ പേര് മാത്രമല്ല ഓർമ്മ വരുന്നത്, നിന്റെ ഇന്നലകൾ അറിയാൻ സാധിക്കും.
ഇന്നലെ കൊണ്ടുപോയപ്പോൾ മുറിവുണ്ടായോ എന്ന് അറിയാൻ പറ്റും, നിനക്ക് ഒരച്ചിലുണ്ടായോ എന്ന് അറിയാൻ പറ്റും, ഇന്നലെ അറിയാൻ സാധിക്കും. ഓരോന്നിനെയും പേര് വിളിച്ച് പുറത്തോട്ട് കൊണ്ടുവരിക. പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരു സാഹചര്യം, ഈ ആട് എങ്ങോട്ട് നിൽക്കുന്നോ അങ്ങോട്ടിടയും ചെല്ലുന്നതാണ് നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ളത് അല്ലേ? എന്റെ ആടിനെ കണ്ടായിരുന്നു, അല്ല ആ മരത്തിന്റെ അവിടെ നിൽക്കുന്നതാണ്. അപ്പൊ ഇടയിൽ എന്ത് ചെയ്യും? അങ്ങോട്ട് ചെന്ന് കയറ് പിടിക്കുന്നതാണ് നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ ഇടയനെ കുറിച്ച് പറയുന്നത് തന്റെ ആടുകളെ എല്ലാം പുറകിൽ നിർത്തിയിട്ട് ഇടയൻ അതിന്റെ മുൻപേ നടക്കുന്നു. ഇനി നമ്മൾ ഈ മനസ്സിലൊന്ന് കാണണേ, ഇടയൻ മുൻപിൽ നടക്കുന്നു, ഈ ആടുകളെല്ലാം ഇങ്ങനെ പുറകെ നടക്കുന്നു. മനോഹരമായ ഒരു യാത്ര. ഇങ്ങനെ ഇടയൻ പോകുന്നതിന്റെ ഇടയിൽ ഒരു കമ്പ് കണ്ടു പൂത്തിരിക്കുക. അപ്പൊ ഇടയന് മനസ്സിലായി, ഇത് ഞാൻ ഗണ്യമാക്കാതെ പോയാൽ ഇത് ആടിന്റെ ദേഹത്ത് കൊണ്ടുകയറും. അപ്പൊ ഈ ഇടയൻ കമ്പങ്ങ് വെട്ടി മുന്നോട്ട് നടന്നു, ഒരു കുഴി കണ്ടു. കുഴി കണ്ടപ്പോഴും ഇടയൻ ഒരു തോന്നൽ, ഇത് ഞാൻ ഗണ്യമാക്കാതെ പോയാൽ എന്റെ ഇടയനായ എന്റെ ആടുകളുടെ കാലതിൽ പതിക്കുകയായിരിക്കും ചെയ്യുന്നത്. ആ കുഴി നികത്തി മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് ഒരു വന്യമൃഗം ചാടി വീഴുന്നത് കണ്ടു. അപ്പൊ ഞാൻ ചിന്തിച്ചു, തന്നെ പ്രതി ഭ്രമിച്ചിരിക്കുകയോ ഓടി രക്ഷപ്പെടുകയോ ചെയ്യുന്നില്ല ഈ ഇടയൻ. പകരം തന്റെ ആടുകളെല്ലാം ഇങ്ങനെ പുറകോട്ട് നിർത്തിയിട്ട് അതിനോട് ഒറ്റയ്ക്ക് പടവെട്ടുകയാണ്. എന്തിനാണ് ഈ ഇടയൻ ഇങ്ങനെ മുന്നിൽ നടന്നത്? എന്റെ പ്രതിസന്ധി ആരും കാണുന്നില്ലയോ എന്നൊരു തോന്നലുണ്ടാകും, എനിക്ക് മാത്രം വിഷയത്തിന് മറുപടി ഇല്ലയോ എന്നൊരു തോന്നലുണ്ടാകും. നിന്റെ മുൻപിൽ നടത്തുന്ന ഇടയൻ എന്തിനു മുന്നിൽ നടന്നു? നിന്റെ പ്രതിസന്ധി ആദ്യം കണ്ടത്. ഈ ഇടയൻ എന്തിനാണ് മുന്നിൽ നടന്നത്? നിന്റെ പ്രതിസന്ധി ആരും കാണുന്നില്ലയോ എന്നൊരു തോന്നൽ, ഞാൻ മാത്രം പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലയോ എന്നൊരു തോന്നൽ. എന്തിനാണ് ഇടയൻ മുന്നിൽ നടന്നത്? നിന്റെ പ്രതിസന്ധി ആദ്യം കണ്ടത്, അതിനോട് ആദ്യം പടവെട്ട വലം കൈ നീക്കിയതും ആ മുൻപിൽ നടക്കുന്ന ഇടയനാണ്. എന്നുവെച്ചാൽ നീ പ്രാർത്ഥിച്ചു തുടങ്ങുന്നതിന് മുമ്പേ അത് കണ്ടു കഴിഞ്ഞതാ, പിന്നെ പിൻബലമാകുന്നതേ ഉള്ളൂ. നീ പ്രാർത്ഥിച്ചിട്ട് ഇടയനെ വിഷയം അറിയിക്കാൻ നിൽക്കണ്ട, നീ പ്രാർത്ഥനയ്ക്കായി വിഷയം കാണുന്നതിന് മുമ്പേ ആ പ്രതിസന്ധി ഇടയൻ കണ്ടു കഴിഞ്ഞതാ. ഈ പ്രതിസന്ധിയെ കൂടെ നീക്കി ഈ ഇടയൻ ഇങ്ങനെ മുന്നോട്ട് നടക്കുക. ഇങ്ങനെ മുന്നോട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ പുറകിലൊരു നഷ്ടം. ഞാൻ ചിന്തിച്ചു, ഈ മുൻപേ പ്രതിസന്ധിയെ തരണം ചെയ്തുകൊണ്ട് പോയ ഇടയൻ ഉണ്ടായ നഷ്ടത്തെ ക്ഷണത്തിൽ അറിയുന്നു. മുൻപിലാണ് നടക്കുന്നത് ഇടയൻ, മുൻപിലെ പ്രതിസന്ധിയാണ് കണ്ടോണ്ടിരുന്നത്. പക്ഷെ പുറകിലുണ്ടായ നഷ്ടത്തെയും ക്ഷണത്തിൽ അറിയുന്നു. ഈ ക്ഷണത്തിൽ അറിയുന്നു എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് മേഞ്ഞുകൊണ്ടിരുന്ന ആൾ അറിയുന്നതിനേക്കാൾ വേഗത്തിൽ, തൊട്ടടുത്ത് വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന ആള് ഒന്ന് പോയി എന്ന് അറിയുന്നതിനേക്കാൾ വേഗത്തിൽ ഇടയൻ അറിഞ്ഞു. പിന്നെ ഇടയൻ പുറകോട്ട് നോക്കി ഒന്ന് പോയി എന്ന് പറഞ്ഞപ്പോൾ ആളുകൾക്ക് മനസ്സിലാക്കുന്നത് എന്ത് ചെയ്തു? കൂടെ ആരാധിച്ചുകൊണ്ടിരുന്ന ഒന്നിനെ കാണുന്നില്ല, കൂടെ ആരാധിച്ചുകൊണ്ടിരുന്നതിന് യോഗത്തിന് വരാൻ വയ്യ, ഒന്നിന് ക്ഷീണം തട്ടി എന്ന് അറിയുന്നത് മുൻപിലെ ഇടയൻ അറിഞ്ഞതിന് ശേഷം. എന്ന് വെച്ചാൽ നീ പ്രാർത്ഥനയ്ക്കായി വിഷയം നീക്കുന്നതിന് മുൻപ്, നീ പ്രാർത്ഥനയ്ക്കായി സഭയിൽ ഒരു വിഷയം പറയുന്നതിന് മുൻപ്, നിന്റെ നഷ്ടം കൂട്ടുവിശ്വാസി അറിയുന്നതിന് മുൻപ് അതിനെ നികത്താൻ കഴിയുന്നവരാക്കി പറയും. ഇങ്ങനെ പ്രതിസന്ധി കണ്ടുകൊണ്ട് പോയി നഷ്ടം അറിഞ്ഞ ഇടയൻ ഇനി ചെയ്യുന്നത് ഈ സുഗമമായ യാത്ര അവസാനിപ്പിക്കും. ഇങ്ങനെ മേച്ചിലി കൊണ്ട് നടന്ന് പോയിക്കൊണ്ടിരുന്ന ഈ പോക്ക് അത് നിർത്തി.
എന്നിട്ട് ഈ സുഗമമായ യാത്രയിൽ 99 എന്ന വലിയ സംഖ്യയും മരുഭൂമിയിൽ വിട്ടയച്ചു. ഇടയൻ സഞ്ചരിച്ചു തുടങ്ങി. അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്തിനാ ഇവർക്ക് മരുഭൂമി കൊടുത്തത്? ഇത് കണ്ടെത്തുന്ന നേരം കൊണ്ട് കുറച്ചൊക്കെ കൂടെ മേയട്ടെന്നേ ഇങ്ങനെ നമുക്ക് ചിന്തിച്ചൂടെ? ഇടയനൊന്ന് കറങ്ങി ചുറ്റി ഇത് കണ്ടുപിടിച്ച് വീട്ടിൽ ചെന്ന് പുള്ളിയോട് കാര്യം പറഞ്ഞ് എങ്ങനെയും ഒന്ന് പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരുന്ന നേരം കൊണ്ട് നമുക്കങ്ങ് എന്ത് ചെയ്യാം? നമുക്ക് എന്തായാലും ഒന്ന് മേയാം. നമ്മൾ മേഞ്ഞ് പകുതി വയറ് നിറയാറാകുമ്പോഴത്തെ ഇടയൻ എന്ത് ചെയ്യും? ഇതിനെ കണ്ടുപിടിച്ചുകൊണ്ട് വരും. പക്ഷെ ഇടയൻ ചെയ്തത് ഈ 99 മരുഭൂമിയിൽ വിട്ടയച്ചു. എന്തിനാ മരുഭൂമി കൊടുത്തത്? കണ്ടെത്താൻ പോകുന്ന ഇടയന് പോയതിന്റെ ഒന്ന് വേദന ഹൃദയത്തിൽ അറിയാം. നീ ഇങ്ങനെ മേഞ്ഞുകൊണ്ട് നടന്നാൽ നിനക്ക് ആ ഭാരം തോന്നത്തില്ല. ഇടയ്ക്കിടയ്ക്ക് മരുഭൂമിയിൽ നിന്ന് ചൂടടിക്കുമ്പോ, ഇടയ്ക്കിടയ്ക്ക് കാറ്റ് വീശുമ്പോ, ഇടയ്ക്കിടയ്ക്ക് മണൽപ്പരപ്പിൽ ഇരിക്കുമ്പോ, പച്ചപ്പിന് വേണ്ടി അലയുമ്പോ ഒന്ന് പോയതിന്റെ വേദന അതിന്റെ ഹൃദയത്തിൽ കേറും. ഇങ്ങനെ ഒന്നിന് നഷ്ടമുണ്ടായി, ഒന്നിന് രോഗമുണ്ടായി, ഒന്നിന് എഴുന്നേൽക്കാൻ വയ്യ. അതങ്ങ് എഴുന്നേറ്റുള്ളൂ. നമുക്കിവിടെ അങ്ങ് തുടങ്ങാം. ഇല്ല, അതിനെ കണ്ടെത്തിയിട്ട് നിന്നെ ഞാൻ കൊണ്ടുവച്ച് നിർത്തിയ മേച്ചിലിൽ അത് തിരികെ എത്തുന്നത് വരെ ഒരു മേച്ചിൽ കുറവില്ല. അനീതിയുള്ള ദൈവമല്ലവൻ, അനീതിയുള്ള ദൈവമല്ല. ഒന്നിനെ ദുഷ്ടബലത്തിൽ ഏൽപ്പിച്ചിട്ട് മറ്റതിനെ മേച്ചിലെ നയിച്ചുവിടുന്ന ഒന്നിനെ കാട്ടുവെള്ളത്തിൽ ഏൽപ്പിച്ചിട്ട് 99 മേയാൻ വിടുന്ന ഒരു അനീതിയുള്ള ദൈവമല്ല. 99 ചൂടറിയിച്ചിട്ട് ഒന്നിനെ തേടുന്ന. ഇതിന് മരുഭൂമിയുടെ ചൂട് കൊടുത്തു. അപ്പൊ ഓർത്തോളം, ഇടയ്ക്കിടയ്ക്ക് മരുഭൂമി വരുന്നുണ്ടെങ്കിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതിനെ നീ തേടിയേ നോക്കൂ. അതിനെ തേടുന്നത് വരെ പച്ചപ്പി മേയാതെ കുറച്ചൊക്കെ ഭാരം വഹിക്കണം. ഇതിനെ മരുഭൂമിയിൽ വിട്ടയച്ച് ഈ ഇടയിലിങ്ങനെ കാടുകളും മേടുകളും സഞ്ചരിക്കുക. പോകുന്ന വഴികളിലെല്ലാം എന്റെ ആട് എവിടെ കുരുങ്ങപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കി 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 പോവാം. ഏത് കുഴി കണ്ടാലും അവിടെ നിന്ന് നിൽക്കും. അവിടെ കാണും വീണിട്ടുണ്ടോ? കരച്ചില് നോക്കുന്നുണ്ട്. കരയുന്നുണ്ടോ? എവിടെയെങ്കിലും ആട് കരയുന്നുണ്ടോ? എവിടെയെങ്കിലും വീട് കിടന്നിട്ടുണ്ടോ? ഇങ്ങനെ അന്വേഷിക്കുക, അന്വേഷിക്കുക, അന്വേഷിക്കുക. അപ്പൊ ഓർത്തോണം, ബാക്കി 99 വേണ്ട എന്ന് വെച്ചത് നഷ്ടപ്പെട്ടു പോയ നിന്നെ വേണ്ടുകയായിരുന്നു. നിന്നെ തേടേണ്ടതിന് വേണ്ടി, നിന്റെ വീഴ്ചയാക്കാൻ വേണ്ടി, നിന്റെ ലോക സൗഖ്യമാക്കാൻ വേണ്ടിയാണ് 99 വേണ്ടാന്ന് വെച്ചിട്ട് ഇടയിൽ തനിയാറി. ഇങ്ങനെ അലിയുക. ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉണ്ടെങ്കിൽ കണ്ടെത്താൻ അലയുക, ഇങ്ങനെ അലയുക. ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നതിനിടയിൽ ഒരു കരച്ചിൽ കേട്ടു. ആ കരച്ചിൽ കേട്ടപ്പം ഇടയന് മനസ്സിലായി, ഇത് ഉപരിതലത്തിൽ നിന്നുള്ള വിളിയല്ല. കൂടെ വരണേ, എന്നോടൊപ്പം സഞ്ചരിക്കണേ വചനത്തിൽ. ഇത് ഉപരിതലത്തിൽ നിന്നുള്ള വിളിയല്ല. അതിനർത്ഥം നിന്റെ വിളിയുടെ വേരിയേഷൻ നോക്കി നീ ഉപരിതലത്തിൽ നിന്നാണോ അഗാധ ഗർഭത്തിൽ കിടന്നാണോ അയ്യം വിളിക്കുന്നത് എന്നുള്ളത് വേരിയേഷൻ നോക്കി. നീ ഉപരിതലത്തിൽ നിന്ന് വിളിക്കുന്ന വിളിയാണോ, അതോ ഗർഭത്തിൽ പെട്ടുപോയോ?
നിന്റെ പ്രാർത്ഥന ഏത് വിധത്തിലാണെന്ന് അറിയാം. ഇപ്പൊ ഇടയിൽ ഇങ്ങനെ പോയപ്പോ ഒരു കരച്ചിൽ, അത് വലിയ കരച്ചിലായിട്ടൊന്നുമില്ല, ഞരക്കമായിട്ടാണ്. അപ്പം ഇടയിൽ മനസ്സിലായി ഉപരിതലത്തിൽ നിന്നല്ല എന്ന് വെച്ചാൽ ചവിട്ടി നിൽക്കാൻ പാകത്തിന് ഇരിപ്പഴ വളർത്ത് നിന്ന് വിളിക്കുകയല്ല. ഇത് രണ്ടു കാലം നൂന്ന് നിൽക്കാൻ പറ്റുന്ന പരിതലത്തിലല്ല. കരച്ചിലിന്റെ ആഴം അറിഞ്ഞ് നിലവിളിയുടെ ആഴം നോക്കി അളന്നിട്ട് ഇടയിൽ മനസ്സിലായി ഇത് ആഴത്തിൽ കിടന്നുള്ള വിളിയാണ്. നോക്കി ഈ ആടിനെ നോക്കിയപ്പോ ദൂരെ കുറച്ച് കണ്ടു. അതെന്താ ഈ കുറച്ച് കണ്ടത്? കുഴിയിൽ പെട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ രണ്ട് കൈയും ഇങ്ങനെ പിടിച്ച് മണ്ണേലോട്ട് പിടിക്കുക. പിടിച്ച് കേറാൻ പറ്റുമോ? പിടിക്കുന്നവരും മണ്ണ് ഇടിഞ്ഞ് താഴോട്ട് പോകുന്നത് കാണുന്നു. എന്ന് വെച്ചാൽ പിടിച്ച് കേറാൻ കിട്ടിയ കച്ചിത്തുരുമ്പും വീട് മുടങ്ങി എന്ന സൂചനയ. കേറി വരാൻ നോക്കുന്നുണ്ട്. പിടിച്ച കച്ചിത്തുരുമ്പ് താഴോട്ട് പോകുന്നു. പിടിച്ചത് മണ്ണാണോ കല്ലാണോ കമ്പാണോ ആടിനറിയത്തില്ല. പക്ഷെ കിട്ടുന്നതിൽ പിടിച്ച് കേറാനൊരു പോകാം. ഈ ഇടയത് മനസ്സിലായി. ഇടയൻ ചെന്നിട്ട് ഈ കുഴിയുടെ അടുത്ത് ചെന്നു. എന്ന് വെച്ചാൽ നിന്റെ പ്രതിസന്ധിക്ക് അകത്ത് വന്നു. നീ ഏത് ആഴത്തിൽ കിടക്കുന്നോ അവിടേക്ക് വന്നു. എന്നിട്ട് ഇതിനെ ഇങ്ങനെ പിടിച്ചു പൊക്കുക. നിങ്ങൾ അതൊന്ന് കണ്ടോണ്ട് എന്റെ കൂടെ വന്നാൽ നന്നായി. ഇങ്ങനെ പിടിച്ചു പൊക്കുക. ഇങ്ങനെ പിടിച്ചു പൊക്കുന്ന നേരത്ത് ഞാൻ എന്ത് ചെയ്യും? തലവട്ടം മേളിൽ ഉപരിതലത്തിൽ കാണാൻ തുടങ്ങിയപ്പോ ഈ ആട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. മനസ്സിലാക്കി തന്നെ എന്റെ കൂടെ പറയാം. ഈ തലവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കണ്ടും നോക്കി ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്, ആട് ശ്രദ്ധിക്കുന്നത് ഇടയന്റെ കണ്ണിൽ പെട്ടപ്പോ ഇടയന് ബോധ്യമായി കാര്യം. ഇതുവരെ ഇരുട്ടായിരുന്നു ജീവിതത്തിൽ. ഇതുവരെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലായിരുന്നു. നാടുകൾ പ്രാർത്ഥിച്ചതിന്റെ ഒരു നാപ്പ് കണ്ടു. ഇടംബലം നോക്കിയതിന്റെ അർത്ഥം ഉപരിതലത്തിലേക്ക് എന്റെ ജീവൻ ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങിയതാണ്. എനിക്ക് ചുറ്റും ഇരുട്ടായിരുന്നു, വെളിച്ചം കണ്ടു തുടങ്ങി. ഇടിച്ചു പൊക്കുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ ഇടംബലം നോക്കിയപ്പം ഇടയിൽ കാര്യം മനസ്സിലായി. ഇടയിൽ ഒറ്റ വാക്കിൽ പറഞ്ഞു, ആരും വന്നിട്ടില്ല. എന്റെ കൂടെ മറ്റാടുകളില്ല, ഞാൻ കൊണ്ടുവന്നില്ല, ഞാൻ ഒറ്റയ്ക്കായി ഇറങ്ങിയത്. അതിനൊരു അർത്ഥമുണ്ട്. ഇടയിൽ അറിയാം എന്റെ വാക്ക് ശ്രദ്ധിക്കാതെ പോയതിന്റെ പേരിലാണ് തെറ്റിയത്. ഞാൻ കൊടുത്ത നിർദ്ദേശത്തിന്റെ ഇടയിൽ തെറ്റി സഞ്ചരിച്ചത് കൊണ്ടാണ് കുഴിയിൽ വീണത്. പക്ഷേ അവൻ പോയ പോക്കിന് കുഴിയിൽ വീണ് കാണും. അവൻ അഗാധഗർത്തത്തിൽ പതിച്ചു കാണും. അവൻ വീണെടുത്ത് ഒരച്ചിലുകൾ ഉണ്ടായെന്ന് വരാം. പക്ഷേ എന്തിനു ഒറ്റയ്ക്ക് വന്നു? നീ വീണ കുഴിയിൽ നിന്ന് നിനക്കുണ്ടായ ഒരച്ചിലിനെ ബാക്കി 99 കാണാതിരിക്കാനാണ് ഇവിടെ ഒറ്റയ്ക്ക് വന്നത്. നീ വീണ കുഴിയിൽ അഗാധത്തിൽ നിനക്കുണ്ടായ ഒരച്ചിലും
എന്റെ ഒരച്ചിൽ ആരെ അറിയിക്കാതെ, എന്റെ മുറിവ് ആരെ അറിയിക്കാതെ, സത്യത്തിൽ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്ന ഒരാളെ പോലൊന്നും അല്ലായിരുന്നു നമ്മള്. ഇടയ്ക്കൊന്ന് തെറ്റിയായിരുന്നു, വീണുപോയി, കുഴിയകപ്പെട്ടിരുന്നു. പക്ഷെ പൊക്കിയ നേരത്തെ മുറിവ് മുഴുവൻ ഉണക്കിയാണ്. ബാക്കി 99 നീ വീണ കുഴിയിലെ വീഴ്ചയുടെ അഗാധം അറിയാതിരിക്കാൻ. എന്നിട്ട് ഇതിനെ പൊക്കി നിർത്തിയപ്പോ ഇനി നടക്കുകയല്ല, ഇനി നടക്കത്തില്ല പെട്ടെന്ന്. അത് ഇടയന് മനസ്സിലായി. എന്ന് വെച്ചാൽ വീണ കുഴിയിൽ നിന്ന് നിന്നെ പൊക്കിയെടുത്തിട്ട് നീ ഏതു പരിതസ്ഥിതിയിൽ ചലിക്കുമെന്ന്, നീ വീണ വീഴ്ചയിൽ നിന്ന് നിന്നെ ഉയർത്തിയാൽ നിന്നെ ഏത് ആത്മീയതയ്ക്ക് അവകൂടെ കൊണ്ടുപോയാ ഇതിനെ ഇങ്ങനെ പൊക്കി നിർത്തിയപ്പോ മനസ്സിലായി ഇനി നടക്കാം, പെട്ടെന്നൊന്നും നടക്കും. ഇടയനെടുത്ത് അങ്ങ് തോളയെ വെച്ചു. എന്നിട്ട് ഞാൻ ചിന്തിച്ചു, ഈ 99 വിട്ട ഇടത്തോട്ട് വീണ കുഴിയുടെ അവിടെ നിന്ന് 99 നിൽക്കുന്നിടത്തോട്ട് ഒരു യാത്രയുണ്ട്. അതിനെയാണ് ആത്മീയ പരിചരണം എന്ന് പറയുന്നത്. എന്ന് വെച്ചാല് പഴയതുപോലെ ആരാധിക്കത്തക്ക പരുവത്തിൽ, പഴയപോലെ വചനം കേൾക്കത്തക്ക പരുവത്തിൽ നിന്നെ കൊണ്ട് നടക്കുക. ഞാൻ ചിന്തിച്ചു, ഇവര് ഈ വീണ കുഴിയുടെ അവിടെ നിന്ന് ആളുകൾ നിൽക്കുന്നിടത്തോട്ടുള്ള ദൂരം മാത്രമല്ല, ഏത് ദൂരം വരെ ഇവരെ തോളെ വെച്ചാൽ ഇവൻ നിൽക്കത്തക്ക പരുവമാകും. നിന്നെ എത്രമാത്രം ഇങ്ങനെ വഹിച്ചോണ്ട് നടന്നാൽ നീ ഒരു നല്ല ആത്മീയനാകും. ഈ കുഴിയിൽ വീഴുന്നതിന് മുൻപ് ഞാൻ ഉണ്ടായിരുന്നു, എന്റെ ആരോഗ്യം ഉണ്ടായിരുന്നു. ആ ആരോഗ്യത്തിൽ നീ എപ്പോൾ എത്തുമോ അത്ര നേരം നീ തോളത്ത്. ഞാനിപ്പോ ചിന്തിച്ചു, എത്ര നേരം ആയിരിക്കും ഈ ഇടയൻ തോളെ വെക്കുന്നത്? ഒരു ഇടയന് തോള് നനയ്ക്കുന്നത് വരെയാണോ? തോളിന് ഭാരം തോന്നുന്നവരെയാണോ? അല്ല, തോളിന് ഭാരം വരുന്നതിനനുസരിച്ചോ തോള് ചരിയുന്നതിനോ അനുസരിച്ചല്ല. ഇടയാ, ഇനി ഞാനൊന്ന് നടന്നു നോക്കാമെന്ന് നിനക്ക് പറയാൻ പറ്റുന്നതുവരെ ഇനി ഞാൻ നടന്നു നോക്കാം. ഇനി ഞാൻ തന്നെ ഒന്ന് മേച്ചിലോട്ട് പോയോ നോക്കാം എന്ന് നീ പറയുന്നത് വരെ എന്നിട്ട് ഇതിനെ തോളെ വഹിച്ചുകൊണ്ട് ഈ 99 അടുത്ത് 99 അടുത്ത് ചെല്ലുന്ന നേരത്ത് പാശ്ചാത്യ നാടുകളിൽ പറയുന്നത് ഇടയന്മാർ വരേണ്ടിയ സമയം ഗ്രാമവാസികൾക്ക് അറിയാം. ഇന്ന സമയത്ത് ഗ്രാമത്തിൽ നിന്ന് ആളുകളെ അഴിച്ചുകൊണ്ട് പോയാൽ ഇന്ന സമയമാകുമ്പോൾ തിരിച്ചെത്തിക്കും. ആ സമയം അതിര് കടക്കുന്നുണ്ടെങ്കിൽ ഗ്രാമവാസികൾക്ക് അറിയാം, ഒന്നുകിൽ ഇടയൻ എന്തോ സംഭവിച്ചു, അതല്ലെങ്കിൽ ആടുകൾക്ക് എന്തോ സംഭവിച്ചു. രണ്ടും സുഖമായിരിക്കുന്നെങ്കിൽ കൃത്യസമയത്ത് എത്തും. എന്നിട്ട് ഈ ഗ്രാമവാസികൾ അന്വേഷിച്ചിറങ്ങും. ഈ ഗ്രാമവാസികൾ ഇങ്ങനെ അന്വേഷിച്ചിറങ്ങുമ്പോൾ ഈ ഇടയൻ ഒരെണ്ണത്തെ തോളയിൽ വെച്ചു, ബാക്കി 99 നടത്തിക്കൊണ്ടും വരുന്നത് കാണും. അപ്പം ഈ ചോദിക്കും, എന്തു പറ്റി? ഇന്ന് ഒരാട് വഴുതിപ്പോയി, അത് വീണ കുഴി വരെ ഞാൻ ചെന്ന് അതിനെ ഉയർത്തിയെടുത്തുകൊണ്ട് വന്നു, എന്നിട്ട് അതിനെ ഇങ്ങനെ നടത്തി ഇവിടെ വരെ എത്തിച്ചു. ഇന്ന് മേച്ചിലൊന്നും നടന്നിട്ടില്ല. ഇന്ന് എല്ലാവർക്കും വേണ്ടിയുള്ളത് കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇന്ന് കണ്ടെത്തുകയായിരുന്നു. എന്ന് വെച്ചാൽ നിനക്ക് നന്നായി ആരാധിക്കാനും പ്രാർത്ഥിക്കാനും അഭിഷേകം ചൊല്ലിക്കാനും നിനക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ടെങ്കിലും ചില സമയത്ത് ദൈവം നിന്നെ നിയോഗിക്കുന്ന ചില നഷ്ടത്തിന്റെ കണക്ക് നികത്താനായിരിക്കും. 99 കൂട്ടി വന്ന് ഇവർ ആഘോഷിക്കും. അതാണ്
കാണാതെ പോയതിനെ കണ്ടു കിട്ടിയെങ്കിൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു. ആ ഭാഗം, ആദ്യത്തെ ഭാഗം ഒന്ന് വിടുക. നടത്താൻ ഒരു ഇടയനുണ്ടെങ്കിൽ എത്ര കൂട്ടം തെറ്റിയാലും മടങ്ങി വരെ ഉറപ്പാണ്. ഇനി ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടെന്നിരിക്കട്ടെ, അതിലൊന്ന് കാണാതെ പോയാൽ, ആ പദങ്ങൾ നന്നായി ശ്രദ്ധിച്ചു, അവൾ വിളക്ക് കത്തിച്ച് വീടടിച്ചു വാരി അത് കണ്ട് കിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കും. ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ വെറുതെ കിട്ടുന്നില്ല. ഒരു സ്ത്രീ വിവാഹപ്രായമാകുമ്പോൾ വിവാഹ നിശ്ചയം വീട്ടുകാർ തീരുമാനിച്ചുറപ്പിക്കുമ്പോൾ വിവാഹ നിശ്ചയ വേദി തന്റെ മണവാളനായി വരാനിരിക്കുന്നവൻ സദസ്സിൽ വന്നു നിൽക്കുമ്പോ വീട്ടിൽ പ്രമാണിമാരായവരോ സ്ഥാനമാനങ്ങൾ ഉള്ളവരോ വന്ന് വിവാഹ നിശ്ചയ രേഖ വായിക്കും. ഇന്ന തീയതി ഇത്രാം ദിവസം ഇന്ന സഹോദരി എന്റെ തൊട്ടടുത്ത് നിൽക്കുന്നയാളെ ഞാൻ മണവാട്ടിയായി സ്വീകരിക്കാൻ പോകുന്നു. ഇത് വായിച്ചതിന് ശേഷം ഡേറ്റ് പറയും. ഇന്ന ഡേറ്റിനത് നടത്താൻ ആഗ്രഹിക്കുന്നു. അത് പറഞ്ഞു കഴിയുമ്പോൾ വിവാഹ നിശ്ചയ പൂർത്തീകരണത്തിന്റെ അവസാന നേരം ഒരു മാല കോർത്തിണക്കി മണവാട്ടിയാകാൻ പോകുന്നവളുടെ കഴുത്തിൽ മണവാളൻ അണിയിച്ചു കൊടുക്കും. അതിനകത്തുള്ള 10 ദ്രഹ്മയാണ് ഈ ദ്രഹ്മ. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. 10 ദ്രഹ്മ ഒരു സ്ത്രീ പാശ്ചാത്യ നാട്ടിൽ കഴുത്തിൽ അണിഞ്ഞു എന്നതിന്റെ അർത്ഥം ഇവളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു. ഇവൾ മറ്റൊരുവന് വേണ്ടിയുള്ളതാണ് എന്ന് ഉറപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്നലെ വരെ ജീവിച്ച ജീവിതം പോരാ, ഒരാൾക്കായി, ഒരു കുടുംബത്തിനായി, ഒരു ദേശത്തിനായി ഞാൻ എന്നെ ഒരുക്കണം. 2, മറ്റൊരാളും നല്ലതല്ലാത്തതിൽ നോക്കാൻ പാടില്ല. നല്ലതല്ലാത്ത ഒരു വർത്തമാനം ഉയർന്നു വരുന്ന നേരത്ത് ഇവളുടെ കഴുത്തിൽ ഇത് അണിഞ്ഞിരിക്കുന്നത് കണ്ടാൽ അവനത് നിർത്തണം. അവളെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയുന്ന നേരത്ത് ആ ദ്രഹ്മ അവിടെ കഴുത്തിൽ കണ്ടാൽ അത് നിർത്തണം, നിർത്തണം, നിർത്തണം. അവളും അത് തന്നെ കഴുത്തിൽ അണിഞ്ഞിരിക്കുക കൊണ്ട് എനിക്ക് എല്ലായിടവും എല്ലാം സംസാരിക്കാൻ കഴിയില്ല. ഞാൻ ഒരുവന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു, ഒരുവന് വേണ്ടി മണവാട്ടിയായിരിക്കുന്നു. എനിക്ക് എല്ലായിടവും പങ്കു ചേരാൻ കഴിയില്ല. സഭ മണവാട്ടിയാണ്. എന്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ദൈവിക വാഗ്ദാനങ്ങളെ ഓർത്തിട്ട് എല്ലായിടവും സംസാരിക്കാൻ അനുവാദമില്ല. ഇത് കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് നടക്കണം. വിവാഹ നിശ്ചയ ദിവസം, മണവാളൻ അണിയിച്ച ദിവസം തൊട്ട് വിവാഹത്തിനായി ഇവൾ ഒരുങ്ങി സദസ്സിൽ എത്തുന്നത് വരെ ഇത് ഇവളുടെ കഴുത്തിൽ അണിഞ്ഞിരിക്കണം. ഈ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നതിൽ ഒന്ന് നഷ്ടമായാലും അത് അഴിച്ചു വയ്ക്കാൻ നിയമമില്ല. ഒന്ന് നഷ്ടമായാലും അത് അഴിച്ചു വയ്ക്കാൻ നിയമമില്ല, അനുവദിക്കില്ല. അപ്പം 10 ദ്രഹ്മയിൽ ഒന്ന് കാണാതെ പോയി എന്നതിന്റെ അർത്ഥം വിവാഹത്തിനായി വന്നു നിൽക്കുന്ന മണവാളൻ താൻ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന യോഗ്യത നേടുന്നത് താൻ 10 ദ്രഹ്മയും ഉണ്ടോ എന്ന് എണ്ണി നോക്കിയ 1, 2, 3 എന്ന് 10 എണ്ണി ഉറപ്പ് വരുത്തിയിട്ട് പറയും, നിങ്ങൾക്കിനിയും കാര്യപരിപാടിയിലേക്ക് നീങ്ങാം. പക്ഷെ ഒന്ന് നഷ്ടപ്പെട്ടു. 10 ദ്രഹ്മ ഉണ്ടായിരുന്നതിൽ ഒന്ന് നഷ്ടപ്പെട്ടു. ഒന്ന് നഷ്ടപ്പെട്ടപ്പോൾ അവൾ ചെയ്തതെന്താ? വിളക്ക് കത്തിച്ച് അടിച്ചു വാരി അന്വേഷിക്കും.
ഇവൾ നോക്കാനും അന്വേഷിക്കാനുമുള്ള ജാഗ്രത വളരെ കൂടുതലാണ്. കാരണം ഇത് ഞാൻ കടയിൽ നിന്ന് തുച്ഛമായ വിലയ്ക്ക് വാങ്ങിച്ചതല്ല. മനസ്സിലാവുന്നവർക്കായി ദൈവത്തിന്റെ സ്തോത്രം. ഇത് ഞാൻ തുച്ഛമായ വിലയ്ക്ക് വാങ്ങിച്ചതല്ല. ഇത് ആരും എനിക്ക് ദാനം ചെയ്തതല്ല. ഇതിനൊരു മറുവിലയുണ്ട്. ഇത് ഞാൻ വെറുതെ എന്റെ കഴുത്തിലിട്ടോണ്ട് നടന്നതല്ല. ഇത് എനിക്ക് അവകാശമായി തന്നവൻ വരുന്ന നാട് സമീപിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി ദിവസം കുറവാ. ഞാൻ ആ സദസ്സിൽ കേറുന്നതിന് തൊട്ട് മുൻപെങ്കിലും അത് കിട്ടണം. ഇത് സൂക്ഷ്മത്തോടെ അന്വേഷിക്കുക. എന്നിട്ട് പറഞ്ഞേക്കുന്നത് അവൾ നഷ്ടം അറിഞ്ഞ മാത്രയിൽ സൂക്ഷ്മത്തോടെ അടിച്ചു വാരി അന്വേഷിക്കും. അതിനർത്ഥം നഷ്ടപ്പെട്ടത് അറിഞ്ഞപ്പോൾ തന്നെ വിളക്ക് കത്തിച്ച, നഷ്ടം അറിഞ്ഞുടനെ വിളക്ക് കത്തിച്ചാൽ നഷ്ടപ്പെട്ടെടുത്തുനിന്ന് തന്നെ നിനക്കതിനെ എടുക്കാം. നഷ്ടം അറിഞ്ഞ ഉടനെ നീ വിളക്ക് കത്തിച്ചാൽ, നഷ്ടം സംഭവിച്ചു എന്ന് അറിയുന്ന മാത്രയിൽ തന്നെ അടിച്ചു വാരിയ, നഷ്ടപ്പെട്ടു പോയ സ്ഥലം ഇന്നതെന്ന ബോധ്യം വെച്ച് നിനക്കതിനെ എടുക്കാം. ഇനിയും പ്രാർത്ഥനയുണ്ടല്ലോ, ഇനി ആരാധനയുണ്ടല്ലോ. തുടരെ യോഗം വയ്ക്കുമല്ലോ എന്ന് കണ്ട് നീ നീക്കി മാറ്റിക്കൊണ്ട് പോയാൽ ഇത് കൈ തട്ടിയും കാല് തട്ടിയും നീങ്ങി നീങ്ങി നീങ്ങിയോ എന്ന് വെച്ചാൽ നഷ്ടം സംഭവിച്ചതിനെ കുറിച്ചുള്ള അറിവ് നിന്റെ ഉപബോധ മനസ്സിൽ നിന്ന് മാറുന്നതിന് മുൻപ് നീ വിളക്ക് കത്തിച്ചോണം. ആ സ്ത്രീയുടെ വീട് അല്പം ഇടുങ്ങിയ വീടാണ്. വേദപണ്ഡിതന്മാരുടെ അടിസ്ഥാനത്തിൽ ഇത് ഇച്ചിരി ഇടുങ്ങിയ വീടാണ്. വലിയ വെളിച്ചമൊന്നുമില്ല. പക്ഷേ അവർക്ക് ജീവിക്കാനും അവിടെ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വെളിച്ചം മതിയായിരുന്നു. ഇന്ന് വരെ നഷ്ടമൊന്നും വന്നിട്ടില്ല. ഇന്ന് വരെ ഒന്നും നോക്കി നടക്കേണ്ടി വന്നിട്ടില്ല. ഒന്നും തപ്പിയെടുക്കാൻ വേണ്ടി മെനക്കെടേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് ഉള്ള വെളിച്ചമൊക്കെ മതി നമ്മൾ വെച്ചു. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. ഇന്ന് വരെ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. എല്ലാ സുഗമമായിട്ട് പോകുന്നു. ഈ ഒരു വെളിച്ചമൊക്കെ മതി, എല്ലാ ദിവസവും ജീവിച്ചു പോകാൻ ഇതൊക്കെ മതി എന്ന് കരുതി. പക്ഷെ നഷ്ടം സംഭവിച്ചു. ഇന്നലെ വരെ ഞാൻ ജീവിച്ച വെളിച്ചം കൊണ്ട് തപ്പിയാൽ എനിക്ക് ആ ബ്രഹ്മ കിട്ടത്തില്ല. അതുകൊണ്ട് അവൾ വിളക്ക് കത്തിച്ചു. വിളക്ക് പ്രാർത്ഥനയാ കാണിക്കുന്നത്. അടിച്ചു വാരുന്നത് വിശുദ്ധിയെയും വിളക്ക് കത്തിക്കുന്നത് പ്രാർത്ഥനയാ കാണിക്കുന്നത്. ആദ്യം നീ അടിച്ചു വാരണം എന്ന് വെച്ചാൽ വിശുദ്ധി വേണം. ഇത് വേദത്തിൽ പൊടി കൊണ്ട് മറയാം. പോയത് കണ്ടെത്തുന്ന ഭാഗത്തിൽ കിടക്കുന്നതിന്റെ സെക്കൻഡിൽ തന്നെ ഇത് പൊടി കൊണ്ട് മറയാം. എന്ന് വെച്ചാൽ നിനക്കുണ്ടാകുന്ന നഷ്ടം നീ നികത്താൻ തയ്യാറായില്ലെങ്കിൽ നിന്റെ ജീവിതത്തിലെ അശുദ്ധി കൊണ്ട് നിനക്കതിനെ കണ്ടെത്താൻ കഴിയാതെ പോകും. എന്ന് വെച്ചാൽ നഷ്ടം സംഭവിച്ചത് എനിക്ക് അടിച്ചു വാരാനും കൂടെ ഉതകിയല്ലോ. സ്തോത്രം. ഇന്ന് വരെ ആ വീട് അടിച്ചു വാരിയിട്ടില്ല. എല്ലാ ദിവസവും പൊടിപടലമാണ്. ചുമ്മാ ഒന്ന് തൂത്തുവിടും. പക്ഷെ ഇന്ന് ആ തൂപ്പ് പോരാ. ബ്രഹ്മ കണ്ടെത്തുന്ന പാപത്തിൽ തൂക്കണം. എന്ന് വെച്ചാൽ നഷ്ടം സംഭവിച്ചാൽ ആദ്യം വേണ്ടത് വിശുദ്ധി. എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു വിടും. എല്ലാ ദിവസവും ഒന്ന് ആരാധിക്കുന്ന കൂട്ടത്തിലൊക്കെ പോകും. കാരണം 10 കയ്യിലുണ്ടല്ലോ. നമ്മളിത് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കും. ആ നേരത്ത് പ്രാർത്ഥനയൊന്നുമില്ല. ആ നേരത്ത് ആരാധനയൊന്നുമില്ല. പക്ഷെ ഒന്ന് പോയി എന്ന് കണ്ട മാത്രമേ. ഇത് കഴുത്തിൽ അണിഞ്ഞതിന്റെ ഭംഗിയുണ്ട്. വീട് തൂത്ത് ആരാ മറന്നു പോവാം.
ഇത് കഴുത്തിലണിയുന്നതിന്റെ ഭംഗി മറ്റുള്ളവരോട് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൂത്തുവാരാൻ നേരമില്ല. നിനക്ക് കിട്ടിയതിനെ പൊക്കി പറഞ്ഞുകൊണ്ടെങ്കിൽ ഇരിക്കുമല്ലയോ? നീ ഒന്ന് വിശുദ്ധി പ്രാപിച്ചാൽ, നീ ഒന്ന് ശുദ്ധീകരണം പ്രാപിച്ചാൽ നിനക്ക് അടിച്ചു വാരി എടുക്കാം. അപ്പം ഇവിടെ 9 ഇട്ടുകൊണ്ട് വെളിയിൽ ഇറങ്ങിയ ആളുകൾക്ക് മനസ്സിലാവുന്നത് ഇനി ഇവിടെ കല്യാണമൊന്നും നടക്കാൻ പോകും. ഇനിയും പെട്ടെന്നൊന്നും ഇവിടെ ഭാവി ഒന്നും ശരിയാവാൻ പോകും. 10 ഇല്ലല്ലോ, 9 ഉള്ളൂ. അതുകൊണ്ട് ഇനിയും വലുതായിട്ട് ഇപ്പൊ ഭാവി ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇത് പറയുന്ന നേരത്ത് അവള് മറുപടി ഒന്നും പറയുന്നില്ല. നമ്മുടെ പരാജയം ഇതുണ്ട്. അത് പറയുന്ന നേരത്ത് നോക്കിയെടുക്കുന്ന സമയം കൂടെ അവനിട്ടൊരു മറുപടി. ബ്രഹ്മ കാണാതെ പോയപ്പോൾ പുറത്തു കേട്ട എല്ലാ വിമർശനങ്ങൾക്കും സ്ത്രീ മറുപടി പറയുന്നില്ല. അവൾ നോക്കിയെടുക്കുകയാണ്. നോക്കിയെടുത്തിട്ട് അതിനകത്തെ പൊടിയെല്ലാം തൂത്ത് പഴയതാക്കിയിട്ട് 9ന്റെ കൂടെ കൊരുത്തിട്ടു. ആ കൊരുത്തിട്ടിട്ട് അവൾ പുറത്തു വന്നു. നഷ്ടം സംഭവിക്കുമ്പോൾ വിമർശനങ്ങൾ കേൾക്കാം, പക്ഷെ നീ മറുപടി പറയരുത്. അതിനർത്ഥം നിനക്ക് അടിച്ചു വാരാനുള്ള സമയം വിമർശനത്തിനകത്ത് പോവാം. നിനക്ക് അടിച്ചു വാരാനുള്ള സമയം വിമർശനത്തിനകത്ത് പോവാം. പറഞ്ഞതിന് മറുപടി പറയാനുള്ള സമയമായിട്ട് പോവാ അടിച്ചു വാരേണ്ട സമയത്ത്. പക്ഷെ അടിച്ചു വാരേണ്ട സമയത്ത് അടിച്ചു വാരിയും തൂത്തു കളയേണ്ടത് തൂത്തു കളഞ്ഞും പഴയ തിളക്കം വരുത്തിയിട്ട് നീ പുറത്തു വന്ന അടിച്ചു വാരേണ്ട സമയത്ത് എന്ത് ചെയ്യുവാണ് മറുപടി പറയുക. അപ്പം അടിച്ചു വാരേണ്ട സമയം വിമർശനത്തിന് മറുപടി പറയാൻ പോയി. പിന്നെ നീ അടിച്ചു വാരാതെ കണ്ടെത്താതെ മറുപടി പറഞ്ഞുകൊണ്ടിരുന്ന അവര് 10 മറുപടി തിരിച്ചു പറയും. പക്ഷെ നീ കണ്ടെത്തി അണിഞ്ഞോണ്ട് പുറത്തു തരാമെങ്കിൽ ഒരെണ്ണം നീ കണ്ടെത്തിയിട്ട് അത് അണിഞ്ഞോണ്ട് പുറത്തുനിന്ന് ഇറങ്ങി നോക്ക്. നീ വിശുദ്ധി പ്രാപിച്ചിട്ട് പുറത്തുനിന്ന് ഇറങ്ങി നോക്ക്. നീ ശുദ്ധീകരണം വരുത്തിയിട്ട് പുറത്തിറങ്ങി നോക്ക്. ദൈവം ഏൽപ്പിച്ചതിനെ വീണ്ടും ഓർത്തിടാൻ നീ നോക്ക്. സഭയ്ക്കകത്ത് കോർത്ത് കിടന്നത് എവിടെയെങ്കിലും പോയെങ്കിൽ അതിനെ തന്നെ വിമർശിക്കുന്നവര് മറുപടി പറയരുത്. കാരണം നിന്റെ സമയം അതിനകത്ത് കൊല്ലാൻ വരുന്ന നീ അത് അടിച്ചു വാരാനുള്ള സമയം എടുക്കണം. ഉപവാസ പ്രാർത്ഥന നടക്കല്ലേ, ഇതൊരു അടിച്ചുവാരലാകണം. ഇതൊരു അടിച്ചുവാരലാകട്ടെ. എന്തൊക്കെയോ പൊടിയിൽ മറഞ്ഞു പോയി കാണും, അത് തൂത്തുവാരട്ടെ. സ്ത്രീ അടിച്ചു വാരുന്നതുകൊണ്ട് 2 കാര്യങ്ങൾ സംഭവിക്കും. 1, ബ്രഹ്മ കിട്ടും. 2, അവിടെ വീടൊന്ന് ശരിയാവും. ഇവള് കണ്ടെത്തി പുറത്തു വന്നിട്ട് നിൽക്കുക, നന്നായി നിൽക്കുക. കാരണം എന്റെ വിവാഹം നടത്തുന്നില്ലെന്ന് പറഞ്ഞായിരുന്നു, ഇനിയൊരു ഭാവി ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ കണ്ടെത്തുക. ഇടുക്ക് വീടിനകത്ത് എവിടെ കണ്ടുപിടിക്കാനാ? ആ വീട് കണ്ടെത്തുന്ന സമയമാകുമ്പോഴത്തേനും അത് നിൽക്കാനുള്ള സമയമാവും. ഞാൻ ആ ഭാഗം ഒന്ന് വിടുക. അപ്പം 1, നടത്താനൊരിടയിലുണ്ടെങ്കിൽ ഒരു മടങ്ങി വരെ ഉറപ്പാണ്. 2, നഷ്ടം അറിഞ്ഞ മാത്രയിൽ വിളക്ക് കത്തിക്കാൻ ഒരു മാതാവുണ്ടെങ്കിൽ, ഒരു സഹോദരൻ ഉണ്ടെങ്കിൽ, ഒരു സഭയുണ്ടെങ്കിൽ, നിന്റെ ജന്മ എത്ര ദൂരത്ത് പോയാലും ഒരു കല്ലേറ് ദൂരത്തിൽ നിന്നൊക്കെ വൈകിട്ട് പറയുന്നുണ്ട്. ഒരു കല്ലേറ് ദൂരത്തിൽ. അപ്പൊ നമ്മൾ ഈ കല്ലേറ് ദൂരമൊക്കെ ചിന്തിക്കുന്നത് നല്ലതാണ്. കല്ലേറെന്ന് വെച്ചാൽ എനിക്ക് എറിയാൻ പറ്റുന്ന ദൂരമുണ്ട്. ആ ദൂരത്ത് പോയാലും ദൈവം കണ്ടെത്തി ദൈവം. നീ അടുത്ത ഭാഗത്തേക്കൂടെ പോയി
നമ്മുടെ വാക്ക് വേഗത്തിൽ അവസാനിക്കും. ഇത് 15-ാം അധ്യായത്തിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഉപമയാണ്. ആദ്യത്തേതിൽ 100-ൽ ഒരംശം പോയി, രണ്ടാമത്തേതിൽ 10-ൽ ഒരംശം പോയി, മൂന്നാമത്തേതിൽ 2-ൽ ഒരംശം പോയി. ആദ്യത്തേത് ഇടയന്റെ കയ്യിൽ നിന്ന് പോയി, അതിനർത്ഥം സഭയിൽ നിന്ന് പോയി. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ആദ്യത്തേത് പോയത് ഇടയന്റെ കയ്യിൽ നിന്നാണ്, അതിനർത്ഥം സഭയിൽ നിന്ന് പോയി. രണ്ടാമത് വീട്ടിൽ നിന്ന് പോയി, അതിനർത്ഥം വീട്ടിലും കിട്ടും. സഭയിൽ നിന്ന് പോയാൽ പിന്നെ വീട്ടിലും കിട്ടാൻ. സഭയിൽ പ്രാർത്ഥന ഇരിക്കാത്തവൻ വീട്ടിലെ കുടുംബപ്രാർത്ഥനയെ മുടക്കും. ഇനിയും 2-ൽ 1 പോകുന്നു. ഒരപ്പന് 2 മക്കൾ. അതിൽ ഇളയവൻ അപ്പനോട്, അപ്പ, വസ്തുവിൽ എനിക്ക് വരേണ്ടിയ പങ്ക് എനിക്ക് തരണം. ഒരപ്പന് 2 മക്കൾ. ഇളയവനാണെങ്കിലും അവകാശം കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയായവൻ എന്ന് കണ്ട് അവന് വസ്തു ഭാഗം ചെയ്തു കൊടുത്തു. അവനെ കുറിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചു. കാരണം അവൻ എങ്ങനെയെങ്കിലും പുറത്തു പോകണം. അപ്പന്റെ ഭവനം ആനന്ദ ഭവനമാണ്. അപ്പന്റെ ഭവനം സന്തോഷ ഭവനമാണ്. പക്ഷേ അപ്പന്റെ നിയന്ത്രണങ്ങൾ അവനൊരു പ്രഹരം പോലെയാണ്. ഇതിനകത്ത് ആനന്ദമുണ്ട്, ഇതിനകത്ത് സന്തോഷമുണ്ട്, പക്ഷെ ഇതിനകത്ത് നിയന്ത്രണമുണ്ട്. അപ്പന്റെ വീടിനകത്ത് സന്തോഷം വരുന്നത് നിയന്ത്രണം പോവാ. ഇതിനകത്ത് നിയന്ത്രണമില്ലാതെ ഒരു സന്തോഷമില്ല, നിയന്ത്രണമില്ലാതെ ഒരു ആരാധനയില്ല. അപ്പന്റെ ഭവനം ആനന്ദ ഭവനമാണെങ്കിലും അപ്പന്റെ നിയന്ത്രണങ്ങൾ അവന്റെ യൗവനകാല മോഹങ്ങളുടെ മേലേൽക്കുന്ന പ്രഹരമായിട്ട് അവന് തോന്നി. അപ്പൊ ചിന്തിച്ചു, പുറത്തു പോകണം. പുറത്തു പോയാലേ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ജീവിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് കയ്യിലൊന്നുമില്ല. അപ്പൻ എന്തെങ്കിലും തന്നാൽ, അപ്പൊ അപ്പന്റെ വീട് വിട്ട് പോകുന്നത് അപ്പന്റെ കയ്യിലുള്ളത് തന്നെ വാങ്ങിച്ചോണ്ടാണ്. ഇതിനകത്ത് നിന്ന് പുറത്തു പോകുമ്പോഴും ചിന്തിച്ചോണം, നീ പുറത്തു പോകാൻ പ്രാപ്തിയായത് ഇതിനകത്ത് നിന്ന് പ്രാർത്ഥിച്ചോണം. നീ ഇന്ന് ഇതിനെതിരെ തിരിയുന്നത്, ഇതിനെതിരെ ഇരുന്ന് നീ സംസാരിക്കുന്നത്, ഇതിനകത്തിരുന്ന് ആരാധിച്ച് വരം നേടിക്കൊണ്ടല്ലോ. അപ്പന്റെ അവകാശം വാങ്ങിച്ചോണ്ടാണ് അപ്പന്റെ സന്തോഷത്തിൽ നിന്ന് പുറത്തു പോകുന്നത്. അതുകൊണ്ട് ഇതൊരു പ്രഹരമാണ്. അപ്പന്റെ നിയന്ത്രണങ്ങൾ തന്റെ മേലുള്ള വലിയൊരു മതിലായിട്ടത് തോന്നുന്നു. അതുകൊണ്ട് അവൻ വസ്തു വാങ്ങിക്കേണ്ടത് വാങ്ങിച്ചെടുത്തുകൊണ്ട് ദൂരദേശത്തേക്ക് യാത്ര. ഈ ദൂരദേശത്തേക്ക് എന്നുള്ളത് ഒരു ഇൻവെർട്ടർ ഫോമിലിട്ട്, ദൂരദേശത്തേക്കെന്ന് പറയുമ്പോ അപ്പൻ വരാൻ സാധ്യതയില്ലാത്ത ഇടത്തേക്ക് കൂടിയിരുന്ന് ആരാധിക്കുന്ന കൂട്ടുവിശ്വാസി എങ്ങാനും അവർ വരാൻ പറ്റാത്തൊരു ഏരിയയിൽ ലോക്കൽ സഭയുടെ ശുശ്രൂഷകൻ വണ്ടി എടുത്തുകൊണ്ട് ആ ഏരിയയിലോട്ട് വരാൻ പറ്റാത്തൊരു ഏരിയയിലോട്ട് സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കണം എന്നാണ് അവൻ ദൂരദേശത്തേക്ക് യാത്രയായി. ദൂരദേശത്തേക്ക് യാത്രയായി ദൂരദേശത്ത് ചെന്ന് കഴിഞ്ഞപ്പം അവന് കുറച്ച് കൂട്ടുകാരെ കിട്ടി. അത് ആരാധിക്കുന്നവരെ അല്ല, പ്രാർത്ഥിക്കുന്നവനെ അല്ല, കൈകോർത്ത് വിഷയങ്ങൾ ഏറ്റുപറഞ്ഞ് ജാഗരിക്കുന്നവനെ അല്ല. നീ ദൂരദേശത്ത് പോകുന്നെങ്കിലും നീ തേടേണ്ടത് നിന്റെ പ്രഭ ജ്വലിപ്പിക്കുന്നവനെ ആകാം. അവന് കിട്ടിയത് കൃപ ജ്വലിപ്പിക്കുന്ന കൂട്ടുകാരെ അല്ല, കിട്ടിയ പാണ്ടക്കെട്ട് കാലിയാക്കി കൊടുക്കുന്ന കൂട്ടുകാരെ. പ്രാപിച്ച കൃപ ചോർത്തിക്കൊടുക്കുന്ന കൂട്ടുകെട്ടല്ല വേണ്ടത്, പ്രാപിച്ച കൃപ ജ്വലിപ്പിക്കുന്ന കൂട്ടുകെട്ട്. പ്രാപിച്ച കൃപ ജ്വലിപ്പിക്കുന്ന ഐക്യതയാകാവൂ. പ്രാപിച്ച കൃപ
തേജോധം ചെയ്ത് കളയുന്ന കൂട്ടുകെട്ടാകരുത്. നീ കൈകോർക്കുന്നെങ്കിൽ കൃപ ജ്വലിപ്പിക്കാൻ, നീ കൈകോർക്കുന്നെങ്കിൽ പ്രാർത്ഥനയുടെ മറുപടിക്ക് നീ കൃപ നഷ്ടപ്പെടുത്താൻ കൈകോർക്കരുത്. കിട്ടിയ കൂട്ടുകെട്ട് സമയം കിട്ടുമ്പം പായിടുന്ന കൂട്ടുകെട്ടല്ല. കിട്ടിയ കൂട്ടുകെട്ട് കയ്യിലിരിക്കുന്ന അവകാശത്തെ നഷ്ടമാക്കി കളയുന്ന കൂട്ടുകെട്ട്. ആദ്യത്തെ ദിവസം നന്നായി ആഘോഷിച്ചു, ഭാണ്ഡക്കെട്ടിന്ന് ശകലമെടുത്ത് അലവാക്കി. അടുത്ത ദിവസം വീണ്ടും ആഘോഷിച്ചു, ഭാണ്ഡക്കെട്ടിന്ന് അടുത്ത പകുതി. വീണ്ടും ആഘോഷിച്ചു, അടുത്ത പകുതി. ഇത് എടുത്തെടുത്ത് ഇതെന്ത് ചെയ്തു? ഇത് തീർന്ന നേരം നോക്കി അവിടെ ശാപവുമാണ്. ഓർക്കണം, അപ്പന്റെ ഭവനം വിട്ട് ആത്മീയന്തരീക്ഷം വിട്ട് നീ പുറത്തു പോയാൽ ദൈവം നിന്നെ വെറുതെ വിടത്തില്ല. ആത്മീയ അന്തരീക്ഷത്തിലേ നീ പുറത്തു പോയുള്ളൂ, ദൈവത്തിന്റെ കണ്ണിന് പുറത്തു പോയിട്ടില്ല. ആരാധനാലയം വിട്ട് നിന്റെ ഇഷ്ടത്തിന് നീ ചലിക്കുമ്പോൾ നീ വിട്ടത് ആരാധനാലയേ ഉള്ളൂ, അഗ്നിചാരക്കുന്ന കണ്ണുള്ളവരെ വിട്ടില്ല. അവന് മുട്ട് വന്നു തുടങ്ങി. ജോലി ചോദിക്കുന്നുണ്ട്. ജോലി ചോദിക്കുമ്പോ എന്ത് ചെയ്യും? ഡീറ്റെയിൽസ് ചോദിക്കും. അപ്പൊ ഞാൻ യഹൂദിയിലെ ഇന്ന കുടുംബത്തിലെ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പന്നിക്കൂട്ടത്തിൽ നിന്ന് പന്നിയുടെ വാണവരെയെങ്കിലും തിന്നാൻ നോക്കി, അതും കിട്ടിയില്ല. ഇത് മേഞ്ഞു കിടക്കുന്ന വസ്ത്രത്തിൽ ഞാൻ ഇന്ന വീട്ടിലെ അത് പറയാൻ പറ്റുമോ? ഞാൻ ഇന്ന സഭയിൽ ആരാധിക്കുന്ന ആളാ. ഓർത്തോണം, നീ ഏത് ദേശത്ത് ചെന്നാലും എന്റെ സഭയിൽ ഞാൻ ആരാധിക്കുന്നവനാണെന്ന് നിന്റെ പ്രകടമായ മാറ്റം കൊണ്ട് കണ്ടറിയണം. ഈ പന്നിക്കൂട്ടത്തിൽ കിടന്നും മാളവര നിന്നുള്ള പോക്കിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒക്കത്തില്ല. കാരണം ഇന്ന വീട്ടിലെ ഇന്ന ആളാന്ന് പറയാൻ ഒക്കുമോ? പിന്നെ പറയും, ഇതൊക്കെ ഇട്ടേക്ക് വന്നതിലും പറയും, ഇന്ന ആളാ ഞാൻ ഇന്ന വീട്ടിലെയാണ് എന്ന് പറയും. നമ്മുടെ ഉള്ളിൽ പ്രകടമായ മാറ്റം മാനസാന്തരത്തിനില്ലാതെ നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഏറെയുണ്ടല്ലോ. വസ്ത്രം പന്നിക്കൂട്ടത്തിൽ കിടന്ന് മേഞ്ഞ് മുഷിഞ്ഞതാണേലും ഞാൻ ഇന്ന ആളാന്നൊക്കെ പറഞ്ഞു കിടക്കും. കാരണം നിന്റെ വേഷം കൊണ്ട് മനസ്സിലാവും നീ ആരാ, നിന്റെ മാറ്റം കൊണ്ട് മനസ്സിലാവും നീ ആരാണെന്ന്. ശൗലിനോട് ചോദിച്ചു, നീ ഞാൻ പറഞ്ഞ എല്ലാം ചെയ്തോ? സമൂഹത്തിൽ ചോദിച്ചു, നീ ഞാൻ പറഞ്ഞ എല്ലാം ചെയ്തോ? എല്ലാരും നശിപ്പിച്ചോ? എല്ലാരും നശിപ്പിച്ചോ? നീ ഒന്നിനെ ശേഷിപ്പിച്ചില്ലയോ? ചോദിച്ച ചോദ്യം, നീ എല്ലാത്തിനെയും ഉന്മൂലമാക്കിയെങ്കിൽ ഞാൻ ഈ കേൾക്കുന്ന മുക്രയിൽ എന്ന് അതിനർത്ഥം പിടിച്ചു നിൽക്കാൻ നീ കാട്ടിക്കൂട്ടിയതിന് വിപരീതമായ ഒന്ന് നിന്റെ തൊട്ടരികെ തന്നെ ഉണ്ട്. അപ്പന്റെ ഭവനം വിട്ട് ധിക്കരിച്ച് നീ പുറത്തിറങ്ങിയാൽ നീ അപ്പന്റെ ഭവനമേ വിട്ടുള്ളൂ, സഭാരാധനയെ വിട്ടുള്ളൂ, സഭാഹോളെ വിട്ടുള്ളൂ, അഗ്നിജ്വാലയ്ക്കുന്ന കണ്ണുള്ളവനെ മറഞ്ഞിട്ടില്ല. ഇത്ര കണ്ടപ്പോ അവനെ മനസ്സിലായി, വീട്ടിലോട്ട് തിരിച്ചു പോയേ ഒക്കൂ. അവൻ തീരുമാനിച്ചു അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോവാം. എന്റെ എത്ര കൂലിക്കാരെ തിന്നു ശേഷിപ്പിക്കുന്നു, ഞാനിവിടെ ഇങ്ങനെ പട്ടിണി കിടന്ന്. അർത്ഥം അപ്പന്റെ ഭവനം ശേഷിപ്പുള്ള ഭവനമാണ്. അപ്പന്റെ ഭവനം വിട്ടാൽ നിന്റെ തൃപ്തി അടയാൻ പോലും ഉള്ളത് നിനക്ക് കിട്ടത്തില്ല. ഞാൻ തിരികെ പോയിട്ട് പറയും, ഞാൻ അങ്ങയോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കും. ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. അപ്പൊ അതിനർത്ഥം യോഗ്യതയില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തത്. ഇനി നിലവിലുള്ള വിശ്വാസിയുടെ പേര് വിളിക്കുന്നവരൊന്നും വിളിക്കാൻ ഒക്കത്തില്ല. തിരിച്ചു ചെല്ലാൻ തീരുമാനിച്ചു. തിരിച്ച് ചെന്ന് ദൂരവേ അപ്പൻ മോനെ കണ്ടു. വേഗത്തിൽ ഞാൻ മുന്നോട്ട് പോകും. ദൂരവേ അപ്പൻ മകനെ കണ്ടു. ഓടി അങ്ങോട്ട് ചെല്ലുക. ഇവൻ 2 കാലം ഇങ്ങോട്ട് വെക്കുമ്പോ 4 കാലം അപ്പൻ ഓടി അങ്ങോട്ട് ചെല്ലും. എന്നിട്ട് ഇവനെ അങ്ങ് കെട്ടിപ്പിടിച്ചു. മുഷിഞ്ഞ വസ്ത്രമാണെങ്കിലും കെട്ടിപ്പിടിച്ചു. കെട്ടിപ്പിടിച്ചത് മുഷിഞ്ഞ വസ്ത്രമാണെങ്കിലും അശുദ്ധി നിന്റെ മേലുണ്ടെങ്കിലും നിന്നോട് എനിക്ക് കരുണയുണ്ടെന്ന് തെളിയിക്കാനാണ്. എന്നിട്ട് ബാല്യക്കാരോട് പറഞ്ഞു, ഇവന്റെ വസ്ത്രം മാറ്റിച്ച് ഇവനെ പുതിയ അങ്കി എന്ത് ചെയ്യണം? ധരിപ്പിക്കണം.
ഞാൻ കെട്ടിപ്പിടിച്ചത് മഹാകരുണയാണ്, സ്നേഹമുള്ളവനായതുകൊണ്ടാണ്. പക്ഷെ എന്റെ വീടിനകത്തോട്ട് കയറണമെങ്കിൽ നീ എന്ത് ചെയ്യണം? കെട്ടിപ്പിടിച്ചത് അപ്പന്റെ കരുണയാണ്, വസ്ത്രം മാറ്റിയിട്ട് വീട്ടിൽ കയറ്റു എന്നുള്ളത് വിശുദ്ധിയുടെ നിലവാണ്. നീ എല്ലായിടം കൊണ്ട് മേഞ്ഞതുകൊണ്ട് ഇതിനകത്തോട്ട് കയറാൻ ഒക്കെയല്ല. നിന്നെ ഞാൻ കെട്ടിപ്പിടിച്ചത് എനിക്ക് സ്നേഹമുള്ളത് കൊണ്ട്. നീ ഏത് അവസ്ഥയിൽ നിൽക്കുന്നു എന്നുള്ളതിൽ ഞാൻ നിന്നെ ആലിംഗനം ചെയ്തത് നിന്നോട് എനിക്ക് സ്നേഹമുള്ളത് കൊണ്ട്. പക്ഷെ എന്റെ വിശുദ്ധിയുടെ നിലപാട് നീ എവിടെയെങ്കിലും മേഞ്ഞു നടന്നത് കൊണ്ട്. അതുകൊണ്ട് ഇവന്റെ വസ്ത്രം മാറ്റിച്ചിട്ട് ഇവനെ അകത്തോട്ട് കയറ്റിയത്. രണ്ട് കാര്യങ്ങളുണ്ടത്. ഒന്ന്, അപ്പന്റെ ഭവനത്തിൽ കയറണമെങ്കിൽ എന്ത് വേണം? പുതിയ അങ്കി വേണം. വിശുദ്ധിയില്ലാതെ അപ്പന്റെ ഭവനത്തിലേക്ക് അപ്പൻ കയറും. രണ്ട്, ഇവനെ ഈ പരുവത്തിന് തന്നെ വീട്ടിൽ കയറ്റി ഇരുത്തിയാലേ ഗസ്റ്റുകളൊക്കെ വരും, ആളുകളൊക്കെ വരും. എന്താ ഇവൻ ഇങ്ങനെ ഇരിക്കുന്നത്? ഇവന് പുതിയ വസ്ത്രങ്ങളൊന്നും ഇല്ലേ? ഇവൻ മാത്രം എന്താ ഇങ്ങനെ മുഷിഞ്ഞിരിക്കുന്നത് എന്ന് ചോദിക്കും. ചോദിച്ചാൽ മുഷിഞ്ഞതിന്റെ കാരണം എന്ത് ചെയ്യണം? പറയണം. മുഷിഞ്ഞതിന്റെ കാരണം പറഞ്ഞു തുടങ്ങുമ്പം എന്ത് ചെയ്യും? അവനും വീടുന്ന എന്ന് വെച്ചാൽ നിന്റെ മുഷി ആരും കാണാതിരിക്കാൻ. നമ്മൾ ആദ്യം പറഞ്ഞതിലേക്ക് തുടങ്ങാം. നിന്റെ ഒരച്ചിൽ ആരും കാണാതിരിക്കാന് ഒറ്റയ്ക്ക് ഇടയിൽ തേടി വന്നതുപോലെ നീ മേഞ്ഞു നടന്ന പന്നിക്കൂട്ടത്തിൽ കിടന്ന് നാറ്റം വമിച്ച അങ്കി കൊണ്ട് നിന്നെ വീടിനകത്ത് കയറ്റാത്തത് നിന്റെ മുഷി ആരും കാണാതിരിക്കാൻ. അപ്പൊ നമ്മുടെ മുഷി ആരും കാണാതിരിക്കാൻ നമ്മെ പുതിയ വസ്ത്രം ധരിപ്പിക്കുന്ന ഒരപ്പണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോളറെ പിടിച്ച് ഞാൻ ഇന്ന ആളായിരുന്നത്. അപ്പൊ ദൈവം പറയും, നില്ല നില്ല നില്ല, നല്ല കോളറ് പടിവ് നൂരാത്തത് മുഷിഞ്ഞതിട്ട ഒരു കാലം ഉണ്ടായിരുന്നല്ല. എവിടെ നിന്നാണ് നിന്നെ ഞാൻ കൊണ്ടുപോയെന്നതെന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർക്കണം. നമുക്കും ദൈവത്തിനും മാത്രം അറിയാവുന്ന രഹസ്യങ്ങളുണ്ട്. അത് ഒരിക്കലും ദൈവം പുറത്ത് പറയത്തില്ല. പക്ഷെ ദൈവം അത് പുറത്ത് പറഞ്ഞാൽ പിന്നെ ഞാൻ ഇല്ല, ഞാൻ അതോടെ തീർന്ന്, എന്റെ പാട്ട് തീർന്ന്, എന്റെ പ്രസംഗം തീർന്ന്, ഞാനെന്ന ഭാവം തീർന്ന്. ആരും മുഷിവ് കാണാതിരിക്കാൻ പുതിയ മേലങ്കി ധരിപ്പിച്ച് ഇവരെ വീടിനകത്ത് കയറ്റി പ്രാർത്ഥന തുടങ്ങി, ആരാധന തുടങ്ങി, നൃത്തവും വാദ്യഘോഷങ്ങളും തുടങ്ങി. ഇത് മാനസാന്തരപ്പെടാൻ മനസ്സുള്ളവന്റെ മേലുള്ള അപ്പന്റെ കരുണയാണ്. ഇത്രയും ഭാഗം നമ്മൾ ഇന്ന് ധ്യാനിച്ചത് മാനസാന്തരപ്പെടാൻ മനസ്സുള്ളവന്റെ മേലുള്ള അപ്പന്റെ കരുണയാണ്. ഇനി മറ്റൊരു മകൻ കൂടെ വീട്ടിലുണ്ട്. ഇവിടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്ക് നിർത്താം. അവന്റെ പേര് ചേട്ടൻ എന്നോ. ചേട്ടൻ ഇവൻ വയലിലായിരുന്നു. നല്ല കാര്യം. അപ്പൻ ഇവര് വിഭാഗിച്ചു കൊടുത്ത വസ്തുവിന്മേൽ നന്നായി അധ്വാനിക്കുന്നവനാണ്. അവനൊന്നും ദൂർത്തടിച്ചിട്ടില്ല. അവൻ വീട്ടിൽ തന്നെ ഉള്ളവനാണ്. അപ്പന്റെ അവകാശത്തെ സംരക്ഷിക്കുന്നവനാണ്. ഈ വയലിലിരുന്ന മോന് ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വരും. വീട് അടുക്കാറായപ്പോ ഒരു പാട്ട്, പഴയ പണ്ട് കേൾക്കാത്ത പോലത്തെ ഒരു പാട്ടൊക്കെ വീട്ടിൽ, ഒരു ആരാധനയൊക്കെ വീട്ടിലോട്ട് തുടങ്ങിയപ്പോഴത്തേന് പാട്ടിന്റെ ഒച്ച കൂടുവാ. എന്തോ സാധാരണ നിലയിൽ വാദ്യോപകരണങ്ങളെയൊക്കെ ഇട്ട് നന്നായിട്ട് പാടുന്നുണ്ട്. എന്തോ ഒരു കാര്യം ഉണ്ടെന്ന്. വീടിനടുത്ത് ചെന്നപ്പോ ബാല്യക്കാരൊരാളെ വിളിച്ചു. എന്താ അവിടെ? അത് നിന്റെ ഇളയ ഒരു സഹോദരൻ ഉണ്ടായിരുന്നത്. ഞാൻ ഇങ്ങനെ പറയുക, അന്ന് നീ അവകാശം വാങ്ങിച്ചുകൊണ്ട് പോയി എല്ലാം നശിപ്പിച്ച് ആറാണക്കല്ലടിച്ചു വരുത്തൽ അവനീ വന്നിട്ടുണ്ട്. അവൻ വന്നതിന്റെ ആഘോഷം വീട്ടിനകത്ത്. ഇവൻ അരിശം വന്നു. ഇവൻ അരിശം വരാനുള്ള കാരണം ഇവൻ ചോദിച്ചത് ആരോടാണ്? ഇവൻ ചോദിച്ചത് ആരോടാണ്?
ഇത് അറിഞ്ഞതിന് ശേഷം ഇവര് കയറാൻ വയ്യ. ജന്മം ചെയ്ത വീട്ടിനകത്തോട്ട് കയറുക, വെളിയിൽ നിൽക്കുക, വാദിക്കുക. അപ്പൻ വെളിയിലോട്ട് വന്ന് പ്ലീസ്, നല്ലൊരു ആരാധന നടക്കുന്നതിന്റെ ഇടയിൽ വന്ന് അലങ്കോലമാണ്, പ്ലീസ് അകത്തോട്ട് കയറും. ഇപ്പൊ ഞാൻ ഇവിടെ തന്നെ ഉള്ളതാ, ഞാൻ അസ്തു ഒന്നും നശിപ്പിച്ചിട്ടില്ല, ഞാൻ വീട്ടിനകത്ത് അപ്പന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നവൻ, ആ വീട്ടിനകത്തുള്ളവനാണെന്ന് വാദിക്കുമ്പോൾ ഇവൻ എവിടെ നിൽക്കുന്നത്? മനസ്സിലാകുന്നവർക്കായി ഈ അപ്പന്റെ അവകാശം കൊണ്ട് ദൂരേക്ക് പോയ മകനേക്കാൾ ദോഷം ആത്മീയ സന്തോഷം ഉണ്ടാകുമ്പോ പുറത്തു നിന്ന് വാദിക്കുന്നവൻ. അപ്പൊ ഈ ഉപവാസ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചോണം, എനിക്ക് ചേട്ടനാവണ്ട, എനിക്ക് ചേട്ടനാവണ്ട. ഒരാത്മീയ സന്തോഷം നടക്കുമ്പോൾ, ഒരാത്മീയ ആരാധന നടക്കുമ്പോൾ, മടങ്ങി വരവ് ദൈവത്തിന് ആഘോഷമാകുമ്പോൾ അതിനെ വാദിച്ചു നിൽക്കുന്ന ചേട്ടനാവണ്ട. ഇത് ദൂരേക്ക് പോയ അനിയനേക്കാൾ അപകടം. വീട്ടിനകത്ത് കയറാതെ പുറത്തു നിന്ന് വാദിക്കുന്ന ചേട്ടനാണ്. ഞാൻ ഇത്രകാലം നിന്നെ സേവിച്ചിട്ടും നീ ഒരു കാര്യം എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടോ? അപ്പൊ പറഞ്ഞു, നീ എന്നും എന്റെ കൂടെ ഇരിക്കും, നിനക്കുള്ളതെല്ലാം എടുത്തോ, എന്റെ കയ്യിലുള്ളതെല്ലാം നിനക്കുള്ളൂ. അതിനർത്ഥം രണ്ടൊരു മറുസൈഡും കൂടെ. അതിനർത്ഥം എന്താ? എന്നും ദൈവസാന്നിധ്യത്തിനകത്തുള്ളവൻ എല്ലാം ദൈവം അവന് കൊടുത്തിട്ടുണ്ടെന്നാണ്. വീടിനകത്ത് അപ്പന്റെ തണലിൽ, വീടിനകത്ത് വസ്തു നശിപ്പിക്കാതെ, മനസമാധാനം കെടുത്താതെ ആരാധിച്ചു പോകുന്നവന് പ്രത്യേക ഒരു അവകാശമൊന്നുമില്ല. അപ്പനുള്ള അവകാശം മുഴുവൻ അവനുണ്ടോ? വായിച്ച ഗുരുവാക്യത്തിലേക്ക് വന്ന് നിർത്തുക. നിന്റെ ഈ സഹോദരനോ മരിച്ചവൻ. ഇതിനർത്ഥം നീ എപ്പോൾ അപ്പന്റെ ഭവനം വിടുന്നോ അപ്പോൾ മരണമായി. ഏത് മരണം? ആത്മീയ മരണം. ആത്മീയ മരണം. നിന്റെ ആത്മീയത്തെ കൊല്ലുന്ന കഠോരങ്ങൾ പുറത്തുണ്ടാകും. എപ്പോൾ നീ അപ്പന്റെ ഭവനം വിട്ടോ അപ്പോൾ മരണം സംഭവിച്ചു. എപ്പോൾ നീ അപ്പന്റെ ഭവനത്തിലേക്ക് തിരിച്ചു കയറിയോ അപ്പോൾ ജീവൻ സംഭവിച്ചു. കാണാതെ പോയിരുന്നു, കണ്ട് കിട്ടിയിരിക്കുന്നു. ആകയാൽ സന്തോഷിച്ച് ആനന്ദിക്കേണ്ടത് ആവശ്യമാണ്. എന്റെ വാക്ക് നടത്താൻ ഒരിടയനുണ്ടെങ്കിൽ, അടിച്ചു വാരാൻ ഒരമ്മയുണ്ടെങ്കിൽ, അടിച്ചു വാരുക എന്ന് പറഞ്ഞാൽ നഷ്ടം അറിയുന്ന മാത്രയും അടിച്ചു വാരുക, നഷ്ടം അറിയുന്ന മാത്രയും അത് കണ്ടെത്തുക. മറ്റൊരു ജോലിയില്ല, അത് കണ്ടെത്തുന്നത് വരെ, അത് കണ്ടെത്തുന്നത് വരെ അന്വേഷിക്കുന്ന, കാത്തു നിൽക്കാൻ ഒരപ്പനുണ്ടെങ്കിൽ, നിന്റെ പ്രാർത്ഥന എത്താത്ത ഒരു ദൂരത്തേക്കും നിന്റെ ബ്രഹ്മ കാണാതെ ലോകത്തില്ലെന്ന് ഉറപ്പിച്ചോണം. എന്റെ പ്രാർത്ഥന എത്താത്ത ദൂരത്തേക്ക്, ആ വലയത്തിനപ്പുറത്തേക്ക് എന്റെ ഒരു ബ്രഹ്മയും പോകത്തില്ല. ആദ്യത്തേതിനെ കണ്ടെത്തേണ്ടി വന്നു, രണ്ടാമത്തേതിനെയും കണ്ടെത്തേണ്ടി വന്നു. പക്ഷെ മൂന്നാമത്തതിനെ കണ്ടെത്തേണ്ടി വന്നില്ല. മൂന്നാമത്തത് മടങ്ങി വന്നു. നീ 2 പ്രാവശ്യം ഒന്ന് തേടി നോക്ക്, മൂന്നാമത് നിന്നെ തേടി വരും. നീ 2 പ്രാവശ്യം അന്വേഷിച്ച് നോക്ക്, നീ 1 പ്രാവശ്യം മറുപടി കിട്ടിയില്ല, ഒന്നുകൂടെ പ്രാർത്ഥിക്ക്, മൂന്നാമത് മടങ്ങി വരും. ആ നിലയിൽ ദൈവസന്നിധിയിലായി സർവശക്തനായ ദൈവം കൃപ ചെയ്യട്ടെ. അന്ന് പവൻ ഇപ്രകാരം ഒരു അവസരം ഒരുക്കി തന്ന കഷ്ടത്തിന് നന്ദി അറിയിക്കുന്നു. കരങ്ങൾ ഉയർത്തി കർത്താവേ, ദൈവം നമ്മെ യുവജനങ്ങളാൽ